നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടും ഉണ്ട്. ശുഭചിന്തകളോടും കൂടിയ ഒരു നല്ല ദിവസം നേരുന്നു. ഞാൻ പറയണ്ട, ആദ്യം ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത ആൾക്കാർ തരുന്നുണ്ട്, നോക്കിയെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ പോകാനാണ് കേൾക്കുന്നത്. ഞാനൊന്നും പറയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഇങ്ങോട്ട് പറയും. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയാൻ പോകാം. അത്രയും ഇന്നത്തെ ഇനി മുതൽ നമ്മുടെ ക്ലാസ്സിലുള്ളൂ. ഭയങ്കര മാറ്റം വരാൻ പോവാണ്. അപ്പൊ തീർച്ചയായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് പറയേണ്ടതേ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കി അങ്ങ് പറഞ്ഞാൽ തന്നെ ഒരു ക്ലാസ് ഒക്കെ ആവൂടെ. ഏതായാലും സന്തോഷത്തോടെ അത്രയും നല്ല മാറ്റങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട, എന്താ പറയാ, എങ്ങനെയാണ് നിങ്ങൾ സംബോധന ചെയ്യേണ്ടത്? ഞാൻ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കുറഞ്ഞു പോകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അതും മതിയാവില്ല. അതിനപ്പുറത്ത് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ ആ പേരൊക്കെ ചേർത്ത് വിളിച്ചോളൂ നിങ്ങൾ എല്ലാവരും കൂടി. ഏറെ സന്തോഷത്തോടു കൂടിയാണ്. കുഞ്ഞ് എവിടെ പോവാ? ഓർഡർ ചെയ്യുവാനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മ്യൂട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള സകല കാര്യങ്ങളും പുറത്തു കേൾക്കും. ഓക്കെ. അപ്പോൾ സന്തോഷത്തോടു കൂടി ഇന്ന് ചൊവ്വാഴ്ച ആയിരിക്കുന്നു, അല്ലെ? ഇനി ഏതാനും ദിവസങ്ങൾ 1 2 3 4 5 ടിക്ക് കഴിഞ്ഞു. 4 ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് നേരെ തൃശ്ശൂരിലെത്തുന്ന സമയമായി. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിപാടികൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ വരുന്നില്ല എന്ന് വിചാരിച്ചവർക്കൊക്കെ ഇങ്ങനെ ടെംപ്ടേഷൻ ഉണ്ടാവണം. അയ്യോ, മിസ്സായി പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം പരിപാടി. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര മിസ്സിങ് ആയിപ്പോവും, ഭയങ്കര നഷ്ടമായിപ്പോവും. ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി വേറെ ഒന്നും കിട്ടില്ല. പണ്ടാരും പറഞ്ഞില്ലേ, ജീവിതത്തിന്റെ പകുതി ഇതേ പോയി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല, ആരും ഇത് ചെയ്യണ്ട. ഓക്കെ, സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവരോടും നന്ദി 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 നന്ദി. 100,000 വാക്കുകൾ പറഞ്ഞാൽ പോലും തികയാത്തത്രയും മനസ്സ് കൊണ്ട് നിറഞ്ഞ് പറയുകയാണ് എല്ലാവരോടും. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിലേക്ക് എത്തി നമ്മൾ. എന്താ പറയാ, ബർത്ത്ഡേയും കഴിഞ്ഞു, ഒക്കെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി. ഏറെ സന്തോഷമാണ് ജീവിതത്തിലെ എന്താ പറയാ, പനിനീർ പൂ ഇത് എങ്ങനെയാണോ തെളിഞ്ഞു വരുന്നത്, അതുപോലെ ജീവിതത്തെ വളരെ സുന്ദരമായി സുരഭിലമായി മാറ്റിപ്പിടുത്തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മുമ്പിലിരിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ മനസ്സിന്റെ ഉടമകളോട്, മനോഹരമായ മനസ്സിന്റെ ഉടമകൾ പലപ്പോഴും പല പല യാത്രകളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ചില മാലിന്യങ്ങളിൽ പെട്ടുപോയി അശുദ്ധി വന്നിട്ടുണ്ടെന്ന് കരുതുന്നവരൊക്കെ ഇങ്ങോട്ട് വരികയും വീണ്ടും ശുദ്ധമായി പഴയതിലേക്ക് തിരിച്ച് എത്താൻ സാധിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം അവരുടെ ആ കർമ്മ നിയോഗം പ്യൂരിഫൈ ചെയ്ത് മുമ്പിലോട്ട് പോകാൻ സാധിക്കുന്നതിന്റെ ഒരു നിയോഗമായി മാറാൻ സാധിച്ചതിന് വളരെ സന്തോഷം. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും തികച്ചും 100-ൽ 100% മനസ്സിനെ പറ്റിയിട്ടാണ്. മനസ്സ് പാകപ്പെടുത്തുന്നതിലൂടെ ജീവിതം മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മഹാന്മാർ പറഞ്ഞതിന്റെ ഒരു 0.01% മാത്രമേ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അത്ര എന്നെ കൊണ്ടാവുള്ളൂ. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെയും നിങ്ങളെപ്പോലുള്ളയും എന്നെ പോലുള്ളയും മറ്റുള്ളവർക്കെല്ലാം വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരു ദൈവ നിയോഗം എന്ന് മാത്രം കരുതിക്കൊണ്ട് അതിൽ കൂടുതലായിട്ടൊന്നുമില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ പൂർണ്ണമായി അതിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. എപ്പോഴും പൂർണ്ണമായി നമ്മൾ, എന്താ പറയാ, നമുക്കും അപ്പുറത്തുള്ള ഏതോ വലിയ ശക്തിയിൽ അവരാണ് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതും. പക്ഷെ പലപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോഴും ഒരു കാല് മുന്നിൽ നിൽക്കുമ്പോൾ പിറകിലിട്ട് കാല് എടുത്തു വെക്കാനുള്ള ആ അമാന്തത, അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിയലെ മാറ്റപ്പെടുത്തൽ നമ്മൾ ജാഗരൂകരായി തന്നെ മാറ്റത്തിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ ചിലവർക്ക് അതിന്റെ സമയം, ഒരു സന്ദർഭം, ഒരാൾക്ക് 1 ദിവസം കൊണ്ട് സംഭവിക്കും, മറ്റൊരാൾക്ക് 10 ദിവസം കൊണ്ട് സംഭവിക്കും, മറ്റൊരാൾക്ക് 25ഉം 50ഉം ദിവസം കൊണ്ട് സംഭവിക്കും. പക്ഷെ സംഭവിക്കുമെന്നില്ല, അത് തർക്കമില്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടു കൂടി, ഒരിക്കലും ആരും പൂർണ്ണരല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി എന്നും നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ജീവിതം, നമ്മൾ ഇച്ഛിക്കുന്ന രീതിയിൽ മനോഹര ജീവിതം എന്ന് പറയുന്ന അവനവൻ ഇച്ഛിക്കുന്ന രീതിയിൽ മനോഹരമായ ജീവിതമായിരിക്കണം അവനവന്റെ മനോഹരം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മനുഷ്യനും അവന്റേതായ അവനവന്റേതായ
ജീവിത രീതിയും ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പോലെ തന്നെ അവൻ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും, അതുതന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ് എന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദിവസത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് സന്തോഷ വർത്തമാനം പറയാനുണ്ട്. ആൾക്കാരെ അൺമ്യൂട്ട് ചെയ്യാം, അത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പറഞ്ഞോളൂ. നമ്മൾ ആരാണ് പറഞ്ഞത്? എന്താ അൺട്രീസി ആവുന്ന? എനിക്ക് ഫുൾ ആൾക്കാരെ കാണുന്നില്ല. അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ആർക്കാ സംസാരിക്കാനുള്ള? അൺമ്യൂട്ട് ചെയ്യാവോ? അല്ല, ഒന്ന് ആൻഡ്രീസ് ചെയ്താൽ മതി. ബിന്ദു. ഓക്കെ, ഒരു മിനിറ്റ്. ബിന്ദു എടുത്തു. യെസ് യെസ്, ബിന്ദു അൺമ്യൂട്ട് ചെയ്തോ. ബിന്ദു, യെസ് യെസ്. നമസ്കാരം സാർ. നമസ്കാരം ബിന്ദു. യെസ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. നമ്മള് മാർച്ചിലെ നമ്മുടെ സെയിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. മാർച്ചിലെ സെയിലിന് വേണ്ടിയിട്ട് ഞാൻ അഫർമേഷൻ വെച്ചിരുന്നു. അപ്പൊ സാർ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു എത്രയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 10 lakh ആണ്. പക്ഷെ മാർച്ച് ഒരു 25 വരെ നമുക്ക് ഒട്ടും സെയിൽ ഉണ്ടായില്ല. എല്ലാ മാസത്തെക്കാളും വളരെ മോശമായി വന്ന് നിൽക്കുകയായിരുന്നു. മാർച്ചിൽ 25 ആയപ്പോഴത്തേക്ക് എനിക്കൊരു 8 lakhന്റെ ഒരു ഓർഡർ കൺഫർമേഷൻ ആയി, ഒരാളുടെ അടുത്തുനിന്ന് മാത്രം. അപ്പോ അതും എനിക്ക് ഇന്നലെയാണ് അവർ എന്നോട് ബാങ്ക് ഡീറ്റെയിൽ ആവശ്യപ്പെടുന്നത്. കാരണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കൺഫർമേഷൻ വന്നത്. അപ്പൊ ഞാൻ ഡെയിലി അഫർമേഷൻ എഴുതുമായിരുന്നു സാർ. ഡെയിലി എഴുതുമായിരുന്നു ആ സെയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇന്നിപ്പോ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഈ ആഴ്ച തന്നെ ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മുഴുവനും അല്ല പകുതി, എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ ഇറക്കുന്ന അനുസരിച്ച് ബാക്കി പേയ്മെന്റ് വരുമെന്ന്. അപ്പം എനിക്ക് 10 lakhന് മേലെയായി. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ഈ ബില്ലിംഗ് നടക്കുള്ളൂ എങ്കിൽ അതിന്റെ കൺഫർമേഷൻ 31st മുമ്പ് തന്നെ കിട്ടിയല്ലോ. അതെ, സെയിൽ നമ്മളെ ബിസിനസ് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു 3-4 months ഒക്കെയാണ് ഡെലിവറി ടൈം ഒക്കെ വരുന്നത്. അപ്പോൾ പേയ്മെന്റ് ഒക്കെ മാറി, പക്ഷെ നമുക്ക് ആ ഓർഡർ കൺഫർമേഷൻ ആണല്ലോ നമ്മുടെ സെയിൽ എന്ന് പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ആയി. കാരണം ഈ മാസം മാർച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കൺഫർമേഷൻ കിട്ടി. അപ്പം ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയാ സാറിനോട് നന്ദി അറിയുന്നു. പിന്നെന്താ, താങ്ക്സ് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്, എല്ലാം 1000 നന്ദി. നമ്മുടെ അഫർമേഷന്റെ ശക്തിയാണ്. അഫർമേഷൻ ശക്തി, അത് തന്നെയാണ്. അഫർമേഷന്റെ ശക്തിക്ക് അപ്പുറത്ത് ഞാനതിനെ മറ്റൊരു രൂപത്തിൽ പറയട്ടെ. അഫർമേഷന്റെ ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് ബിന്ദു ശ്രീകുമാറിന്റെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ പെരിഫറൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലേ എന്നതിനപ്പുറത്ത് അകത്തത് വന്ന് ചേർന്നിട്ടുണ്ടാവും. എന്തോ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്, എനിക്കിത് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് അകത്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ മാത്രമാണ് സംജാതമാകുന്നത്. അങ്ങനെ തന്നെയാണ് ലൈഫ് എപ്പോഴും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്താൻ ലൈഫിന് സുഖം ഉണ്ടാവില്ല. ഇല്ല അതില്ല. ഇതെന്ന് പറഞ്ഞാൽ അവർ 4-5 കടയിൽ നിന്ന് കോട്ട എടുത്തതാണ്. 4-5 കടയിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് ഇതിന്റെ പിന്നിൽ ഒരു കോൺട്രാക്ടർ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു പോകും സാറ്. അല്ല, ഇനിയും ആ കസ്റ്റമറിൽ നിന്നുള്ള ഫ്യൂച്ചർ ബിസിനസ് ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള അവര് കസ്റ്റമറെ ശരിക്കും ഒന്ന് കറക്റ്റ് മാനേജ് ചെയ്യുക. അവർക്ക് അതിന് വേണ്ടിയിട്ട് അവരെ എങ്ങനെ ഓണർ ഗൾഫിലാണ്. അവരെ ഒന്ന് എപ്പോഴും ഒന്ന് മാനേജ് ചെയ്തെടുക്കുക. എപ്പോഴും അവർക്ക് നല്ല ഓഫർ കൊടുത്തുകൊണ്ട്, നല്ല പ്രൈസും നല്ല ഡെലിവറി നല്ല മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അത് നമ്മുടെ എപ്പോഴും ബിസിനസ്സുകാർ ശ്രദ്ധിക്കുന്നത്. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം എത്ര എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് അത്രയും കസ്റ്റമേഴ്സിന് ഈ നോർമലി കസ്റ്റമേഴ്സിന് 2 ഡിമാൻഡ്സുകൾ മാത്രമേ ബിസിനസ് ക്ലാസ്സിൽ പറയാറുള്ളതാണ്. കസ്റ്റമേഴ്സ് 2 ഡിമാൻഡ്സ് മാത്രമേ അവർക്ക് മെയിൻ ആയിട്ടുള്ളൂ. ഒന്ന്, അവർക്ക് എന്താ പറയാ ട്രസ്റ്റ് ഉണ്ടാവണം. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. മണി ഇസ് നോട്ട് എ മാറ്റർ. മണി എപ്പോഴും കസ്റ്റമർ പ്രഥമ ദൃഷ്ട്യാ കസ്റ്റമർ മണിയെ ആർഗ്യുമെന്റ്സ് ചെയ്യുമെങ്കിലും അവരുടെ എല്ലാം ഫണ്ടമെന്റൽ ആയിട്ട് സാധനം ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് മണി ചെയ്യാം. ട്രസ്റ്റ് മേക്ക് യു മണി എന്ന് പറയും. നമ്മൾ ആ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ ആ സമയത്ത് മാറിക്കൊണ്ട് അതിനനുസരിച്ച് അവരുടെ ഡിമാൻഡ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു.
ബിന്ദു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഓരോ ആളുടെയും റിസൾട്ടുകൾ കേൾക്കാൻ നമ്മൾ സദാ എന്താ പറയാ, കാത് കോർത്ത് നിൽക്കുകയാണ്. സാറേ എനിക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നേ ഇല്ലെന്ന്. ഇപ്പൊ ലോട്ടറി ടെക്നിക്കൊക്കെ പഠിപ്പിക്കേണ്ടി വരും ഇപ്പോൾ അല്ലേ. പണ്ടൊക്കെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ ലോട്ടറി ഒന്നും നിങ്ങൾക്ക് വലിയ കാര്യമില്ലാഞ്ഞിട്ട് അല്ല, അടിക്കാഞ്ഞിട്ടാണ്. ഈ അടിക്കാഞ്ഞിട്ടായിരിക്കില്ല അല്ലേ, അടിക്കുന്നുണ്ടാവും. ലോട്ടറി ഒന്നും ഇപ്പൊ വലിയൊരു കൺസിഡറേഷൻ ഇല്ലെന്ന് തോന്നുന്നു. അന്ന് പറയുന്നത് കേട്ടോ, ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയണേ. അത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. സാറേ എനിക്ക് ഇന്നലെ കിട്ടി, ചിട്ടി അടിച്ചു, ലോട്ടറി അടിച്ചു, സ്വർണ്ണമാല കിട്ടി, അത് കിട്ടി, ഇങ്ങനെ കിട്ടി, ഗിഫ്റ്റ് കിട്ടി, ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സുഖമാണ്. അതൊക്കെ ഇപ്പൊ കുറെ ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് അടിക്കുന്നില്ലെങ്കിൽ അടിക്കാനുള്ള വഴി പറഞ്ഞുതരാം കേട്ടോ. ഈ ആഴ്ച റിസൾട്ട് പറയുന്നില്ല ആൾക്കാർ, റിസൾട്ട് പറയുന്നത് വളരെ കുറവാണ്. കിട്ടുന്നുണ്ട്. എന്റെ അഡ്മിൻ തന്നെ എപ്പോഴും ലോട്ടറി അടിച്ചാൽ അവൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവള് പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. എവിടെ പോയി ഏത് വഴി പോയി ലോട്ടറി എടുത്താലും അഡ്മിന് കിട്ടുന്നുണ്ട്. സന്തോഷം. അത് അത്രയും സ്നേഹത്തോടെ, അത്രയും മനസ്സ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നിന്റെ നല്ല മനസ്സിനാണ് നിനക്ക് ലോട്ടറി അടിക്കാറുള്ളത്. അതുപോലെയാണ്. അപ്പൊ അതുപോലെ ലോട്ടറി അടിക്കണം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടായിക്കുള്ളൂ, നിങ്ങൾ ലോട്ടറി അടിക്കും കേട്ടോ. എളുപ്പത്തിൽ പറഞ്ഞ. അപ്പോ ഞാൻ അതുകൊണ്ട് എന്താണ് ഹമ്പിൾ റിക്വസ്റ്റ് എന്താണ്, അന്ന് നാളെ നാളെ ഇന്ന് എടുത്ത് നാളെ ഉള്ള ആൾക്ക് തന്നെ ഒരു ടിക്കറ്റ് ഒന്നിനകത്ത് ഒരു ലോട്ടറി അടിക്കട്ടെ കേട്ടോ. നാളെ വന്ന് പറയണേ. ബമ്പർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അല്ലേ. ലോട്ടറി കാശ് കൈ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാ കാശും കൈ നിൽക്കുന്നില്ലല്ലോ. നിങ്ങൾ അടിച്ചോട്ടു കേട്ടോ, അടിച്ചോളൂ. കൈ നിൽക്കുന്നതിന് എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, എന്റെ ഗൂഗിൾ പേ നമ്പർ ഇല്ലേ, ഇങ്ങോട്ട് അയച്ചോ. ഇവിടെ നിൽക്കും. എനിക്ക് നിൽക്കോട്ടോ, എനിക്ക് പോവില്ല. സാർ മൈ ഹമ്പിൾ റിക്വസ്റ്റ് to you sir, kindly bless me to sell our house and property. Your blessing will help me. Jaya Pillai. Always നിങ്ങളുടെ പ്രോപ്പർട്ടി സെല് ചെയ്യുന്നതിനല്ല, ബ്ലെസ്സിങ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു എന്താ പറയാ, സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സെല്ല് ഹൗസും പ്രോപ്പർട്ടിയും വിൽക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ നികത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അത് നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ഒരു പ്രോപ്പർട്ടി വിൽക്കട്ടെ അല്ലെങ്കിൽ ഹൗസ് വിൽക്കുന്നതിന് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. പകരം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മറ്റേതെങ്കിലും പ്രയാസം ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ വിഷയം ഒന്ന് സോൾവ് ആയി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സംഭവിച്ചാൽ മതിയല്ലോ. പ്രോപ്പർട്ടി വിൽക്കുന്നത് നിങ്ങൾ മറ്റെന്തെങ്കിലും വിഷയത്തിന് പുറത്ത് കിടക്കാനായിരിക്കും. അപ്പൊ ആ വിഷയം ഒന്ന് സോൾവ് ആയി കിട്ടിയാൽ പ്രോപ്പർട്ടി വിൽക്കാതിരിക്കും, എന്തുകൊണ്ട് ചെയ്തോളൂ. ആ വിഷയം ഒന്ന് സോൾവ് ആയാൽ മതി. അതിലാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാം. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. റെഡി അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നത്, ലോട്ടറി അടിക്കാത്തോ കാര്യങ്ങളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് പറയും. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമാണ് പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പറയുന്നു. അതിൽ നിങ്ങൾ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ നേടാനുള്ള കാര്യങ്ങളൊക്കെ നേടിക്കോളൂ. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാനായിട്ട് എന്റെ ക്ലാസ്സിലും കൂടി കയറിക്കോളൂ എന്ന് ഇപ്പൊ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് റെഡിയാണല്ലോ? പെട്ടെന്ന് ഇന്ന് വളരെ ടെക്നിക്ക് പറയാൻ പോവാണ്. ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, ഇവിടെ വാങ്ങിച്ചു വെച്ചു. അതിന് തപ്പി നടന്നു, അത് കിട്ടിയില്ല. വീട്ടിൽ എവിടെയോ പിള്ളേരാരും എടുത്തു വെച്ചു. ഒരു കിടലും സാധനം ഉണ്ടായിരുന്നു, അത് ഇവിടെ കാണുന്നില്ല. റെഡിയാണോ നോട്ടെ? യെസ്, നാട്ടിലെത്തി. ശൈലജ നാട്ടിലെത്തി. പോരട്ടെ. റെഡി. എന്താ റെഡിക്കത്ത് കുറവ്? തന്നെയാ ടൈപ്പ് കൈയെടുത്ത് മുമ്പിൽ വെച്ച് ടൈപ്പ് നോക്കട്ടെ. ഹാപ്പി ആൻഡ് റെഡിക്ക് ഒറ്റ ടാബ്ലറ്റ്സ് ഇങ്ങനെ എടുക്കുക, കഴിക്കുക, അത്ര തന്നെ. വേറെ ഒന്നും ഇല്ല. സമയമൊന്നും ചെലവഴിക്കാനില്ല. പെട്ടെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ ക്ലാസ് മെമ്പേഴ്സ് ഒള്ളിയാണ്. അപ്പോൾ ഇന്ന് പല ഫിൽട്രേഷൻ ഉണ്ടാവും ക്ലാസ്സിനകത്ത്. വരട്ടെ. ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നത് നിങ്ങളാണ് കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല, ഞാൻ പറയുന്ന ക്ലാസ് പറയുമ്പോൾ അതിനെ ബാക്കി ഫില്ല് ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. ഒരാളെ ഹാൻഡ് റൈസ് ചെയ്യുക, സാറേ ഞാൻ പറയാന്ന് പറയാം. എന്നിട്ട് നോക്കട്ടെ, നിങ്ങൾ ഇത്ര ദിവസം ഞാൻ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നും കൂടി നോക്കട്ടെ. എല്ലാവരും നല്ല കുട്ടികളല്ലേ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? ക്ലാസ്സിലെല്ലാം നല്ല ബ്രില്യൻ്റ് ആയ നല്ല റിസൾട്ട് നൽകുന്ന കുട്ടികളല്ലേ നമ്മൾ കൂടെ ഉള്ളത്? എല്ലാവരുമാണ്. ആരും അതിലൊന്നും ഒട്ടും കുറവില്ല അല്ലെ? ആരും ഇവിടെ നല്ല കുട്ടിയല്ലാത്ത? മീനെന്ന് പറഞ്ഞു. ഞാൻ നല്ല കുട്ടിയല്ല എന്നല്ല, ഞാൻ ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിക്കുന്ന കുട്ടിയല്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് മീനെന്ന് ടൈപ്പ് ചെയ്ത് അവരെ മാത്രം. ഞാൻ തീരെ നല്ല കുട്ടിയല്ല. ഇത് പറയുമ്പോൾ രാധിക മാത്രം ഉറക്കം തോന്നുന്നു, ഞാൻ നല്ല കുട്ടിയല്ലെന്ന് പറഞ്ഞു അല്ലെ? ബാക്കി എല്ലാവരും ഇങ്ങനെ സാധനം ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ, ആരത് നാവിഗേറ്റ് ചെയ്യുന്ന? ശാന്തമ്മ EG. എന്താണ് പരിപാടി? എന്ത് എഴുതാനാ ശാന്തമ്മ പരിപാടി?
അറിയാവുന്നല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ വിഷയം എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ? എന്താണ് ഞാൻ ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഏകദേശം ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആഹാ, ആറന്മുള കണ്ണാടി ഉള്ളവരുണ്ടോ? പറഞ്ഞോളൂ. ഒരു കണ്ണാടി കൊണ്ട് ഒരു മാന്ത്രിക വിദ്യ, അല്ലെ? കണ്ണാടി കൊണ്ട് ജീവിതം മാറ്റാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ? ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ണാടി കൊണ്ട് ജീവിതം മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് വിശ്വാസമുള്ളവർ പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഇന്ന് ക്ലാസ് എടുക്കുക. ഞാൻ ചോദിക്കും, നിങ്ങൾ പറയും. അതിന് ഞാൻ പറഞ്ഞു പോലും, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് ഉത്തരം ഞാൻ പറയും. അങ്ങനെ ഇന്നത്തെ ക്ലാസ് പോട്ടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ സാധനം. യെസ്, എല്ലാവർക്കും അറിയാം കണ്ണാടി കൊണ്ട്. എന്റെ ദൈവമേ, അപ്പൊ ഞാൻ എന്തിനാ ക്ലാസ് എടുക്കണേ? കണ്ണാടി കൊണ്ട് ജീവിതം മാറ്റാമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കയറി എന്നിട്ട് മിറർ ടെക്നിക്ക് ഇവിടെ കൊണ്ട് പറയാൻ പോലും. മിറർ ടെക്നിക്ക് ഒന്നുമല്ല. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ മിറർ ടെക്നിക്ക് എന്നൊരു ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വന്നിട്ട് പറയാണ് മിറർ ടെക്നിക്കാണ്. ഒന്നുമല്ല. ടവല് കൊണ്ട് മാറ്റുമല്ലേ? കണ്ണാടി കൊണ്ട് ജീവിതം മാറ്റാം. വിശ്വാസമുണ്ട്. ഓക്കെ. അപ്പൊ ഏത് കണ്ണാടി ആയിരിക്കും ഉദ്ദേശിച്ചത്? ഈ കണ്ണാടി ആയിരിക്കോ മറ്റേ ആറന്മുള കണ്ണാടി ആയിരിക്കും? ഈ കണ്ണാടി എല്ലാവർക്കും ഇല്ലല്ലോ, അല്ലെ? അപ്പൊ ഇതുള്ളവർക്ക് ഇത് വെച്ചിട്ട് മാറ്റാന്നാണ് ഉദ്ദേശിച്ചത്. ഭൂത കണ്ണാടി ആയിരിക്കില്ലല്ലോ. യെസ്. ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞതാക്കുന്നില്ല. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ എന്റെ കണ്ണാടി നോക്കിപ്പോ, ഞാൻ അതിനു വേണ്ടി ഒരു കണ്ണാടി വാങ്ങിച്ചു വെച്ചിരുന്നു. ആ കണ്ണാടി ഇവിടെ കാണുന്നില്ല. മോനെ കണ്ട് എടുത്തു പോയി തോന്നുന്നത്. അതുകൊണ്ടാണ് കാണുന്നില്ല അവിടെ. അത് അന്വേഷിച്ച് പോയതാണ് കുറച്ച് നേരത്തെ. അതാണ് ഇച്ചിരി ലേറ്റ് ആയി. എവിടെയോ വെച്ചിരുന്നു. നല്ലൊരു കണ്ണാടി മേടിച്ചു വെച്ചു. സി, ഞാൻ പറയാൻ പോകുന്നത് വളരെ ലളിതവും എന്നാൽ മോസ്റ്റ് റിസൾട്ട് നൽകുന്നതുമായ ഒരു കാര്യത്താണ്. മോസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് മാറ്റാമെങ്കിൽ കണ്ണാടി കൊണ്ട് മാറ്റാം. ഓക്കെ, കല്ലിനേക്കാളും കല്ല് കൊണ്ട് മാറ്റാം, കണ്ണാടി കൊണ്ട് മാറ്റാം. നമുക്ക് നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം. ഞാൻ ഈ പറയുന്ന കാര്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ എന്റെ ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങളായി വന്നിരിക്കുന്നവർക്ക് ഈസിയായ സംഭവമാണ്. കാരണം അവർക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിന് വലിയ പ്രാധാന്യമില്ല ഇപ്പോൾ പറയുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു വന്നവരാണ്. കുറച്ച് പുതിയ ആൾക്കാരുണ്ടാവും, മറ്റുള്ളവർക്ക് എല്ലാവരും ആ സ്റ്റെപ്പ് കഴിഞ്ഞു വന്നവർ. ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറത്തുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ കാണുന്നവർ നിങ്ങളെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. പലരും എന്നോട് പറഞ്ഞതാണ്, സാറേ ഹാപ്പിനെസ് മാസ്റ്ററി ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഈ സെൽഫ് ലവ് എന്താണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. യു ആർ അഗ്രി വിത്ത് ദാറ്റ്? നിങ്ങൾ എത്ര പേര് ഹാപ്പിനെസ് മാസ്റ്ററിയിൽ വന്നതിന് ശേഷം, ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നും ഇത് ഇത്രത്തോളം എഫക്റ്റീവ് ആണെന്നും മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതുവരെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെ? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കണ്ണാടി അന്ന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്നും ഉണ്ട് കണ്ണാടി വീട്ടിലുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളൊരു കണ്ണാടി കാണുമ്പോഴും അന്ന് നിങ്ങളൊരു കണ്ണാടി കാണുമ്പോഴും നിങ്ങളുടെ മനോവികാരം എന്തായിരുന്നു? രണ്ടും ഒന്നായാലോ വ്യത്യാസമാണോ? ഇന്ന് നിങ്ങൾ കണ്ണാടി കാണുമ്പോൾ അറിയാതെ പുഞ്ചിരിക്കും, അന്ന് പുഞ്ചിരിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ കണ്ണാടി കാണുമ്പോൾ അറിയാതെ ഒരു നിമിഷം നിങ്ങളെ നോക്കിപ്പോകും, പണ്ട് നിങ്ങൾ നോക്കിയിട്ടില്ലായിരുന്നു. പണ്ട് നിങ്ങൾ കണ്ണാടി ഉപയോഗിച്ചത് മുടി ചെയ്യാനും പൊട്ടു തൊടാനും മാത്രമാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ണാടിന് മുമ്പിൽ പോയപ്പോ ഇങ്ങനെ ചെറിയ ഭാവമാറ്റമൊക്കെ വരുത്താറുണ്ടല്ലേ? കൊള്ളാം എന്ന് പറയുന്നുണ്ടോ? ഇല്ല? എല്ലാവരും ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രഥമ ദൃഷ്ടിയായുള്ള മാറ്റം. അത് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കളൊക്കെ കാണുമ്പോൾ പറയും, അമ്മേ അച്ഛൻ ഇപ്പൊ കണ്ണാടിന്റെ മുമ്പിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ എന്ന് പറയുന്ന രീതിയിലേക്കും സ്വന്തം നമ്മളെ വലിയൊരു മാറ്റം ഞാൻ പറയാം. എന്നോട് ഒരാൾ പറഞ്ഞൊരു മാറ്റം പറയാം. ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാണ്, സാറേ 18 വർഷമായിട്ട് എന്റെ വീട്ടിലെ ബാത്റൂമിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും കാലത്തിൽ ആ കണ്ണാടി കണ്ടിട്ടില്ലായിരുന്നു. ഇതിനുശേഷം ഒരു ദിവസം ഈ സെൽഫ് ലവിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കേട്ടതിന് ശേഷമാണ് ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പൊ ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഇത് എപ്പോഴാ ചേട്ടാ ഇവിടെ വാങ്ങിച്ചു വെച്ചത്? വീട്
വീട് കുടികൂടൽ സമയത്ത് വാങ്ങിച്ചു വെച്ച കണ്ണാടി അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സാറേ എന്ന് പറയലുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ആയിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന്. അതിനുശേഷം എന്ത് മാറ്റമുണ്ട്? നിങ്ങളെല്ലാം വീട്ടിൽ ബാത്റൂമിൽ കണ്ണാടി ഉണ്ടോ? നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇന്നെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന്, ബാക്കി എല്ലായിടത്തും ഞാൻ പറയില്ല, ബാക്കി എല്ലായിടത്തും ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണാടി കാണുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയട്ടെ. ആ ഉഷാ ദാമോദരൻ തൊട്ട് ബാക്കിൽ ഇരിപ്പുണ്ട് ഒരു സാധനം, അലുമാര. നമ്മുടെ അലുമാര എടുത്തൊരു വലിയ കണ്ണാടി ഉണ്ട്, അത് പൊട്ടൂല, കാരണം സ്റ്റീൽ അലുമാര ആയതുകൊണ്ട് സ്ട്രോങ് ആയിട്ട്. അത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ കണ്ണാടി എന്ന് പറയുന്ന വീട്ടില്, അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ അപ്പുറത്തേക്ക് എവിടെയും കണ്ണാടി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ. ഞാൻ എപ്പോഴും എന്റെ ചെറുപ്പത്തിലുള്ള ശീലമായിരുന്നു ഈ കണ്ണാടി നോക്കുക. അപ്പൊ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ കുറച്ച് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയും ഞാൻ കണ്ണാടി നോക്കില്ല. എന്നാലും പോകുന്ന വഴിക്കൊന്ന് മുടിയൊന്ന് ഒതുക്കാനേ നോക്കും. പക്ഷെ കണ്ണാടി എപ്പോഴും ഞാൻ വലിയ കണ്ണാടി മേടിച്ചു വെക്കും വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും, പക്ഷെ ചെറുപ്പത്തിലൊക്കെ കാണാൻ തീരെ കൊള്ളില്ലെന്ന് എനിക്ക് തോന്നിയത്, എനിക്ക് തീരെ കൊള്ളും. പക്ഷെ മറ്റെല്ലാവരും പറയുന്നത് കാണാൻ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ പറയേ എന്നെ കാണാൻ കൊള്ളില്ല. എന്നെ പല്ല് ഇവിടെ ഒട്ടയാണ്, അവിടെ ഇതാണ്, മീശ നേരെ വരില്ല. ഇങ്ങനെ ഒരുപാട് നൂറുകണക്കിന്, എണ്ണിയാൽ തീരാത്ത നൂറുകണക്കിനുള്ള കുറവുകൾ ഞാൻ എന്നിൽ കണ്ടെത്തിയിരുന്നു പണ്ട് കാലത്ത്. അപ്പോഴും കണ്ണാടി നോക്കുമായിരുന്നു. പക്ഷെ പിന്നെ 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 ഈ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇത് ഇവിടെ ചെറിയ കവിള് തൊടുത്തിട്ടുണ്ടല്ലോ, ചുണ്ട് ശരിയായിട്ടുണ്ടല്ലോ, മീശയിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്, ഇവിടെ ശരിയായല്ലോ എന്നുള്ളതൊക്കെ മാറ്റം വരുത്തിയത് അങ്ങനെയാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഈ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ വളരെ ലളിതമാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. ഇപ്പൊ സാറ് ക്യൂട്ടൊക്കെയാണ്, പണ്ടല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കിയതാണ് പറഞ്ഞത്. ഇപ്പൊ സാറ് മനസ്സിലാക്കി സാറ് ക്യൂട്ടാണെന്ന്. പണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ ക്യൂട്ടാണെന്ന്. പണ്ട് ആരൊക്കെയോ വേണ്ട, സ്കൂളിലെ കോളേജിലെ കാര്യങ്ങൾ പറയാൻ മോശമല്ലേ, ഇപ്പൊ പറയാൻ പാടില്ല, വയസ്സായിപ്പോയി ഭാര്യയ്ക്ക്. അതുകൊണ്ട് പണ്ടൊക്കെ ആരൊക്കെ ലവ് ലെറ്റർ ചെയ്യുമ്പോൾ ഇത് എന്നെ തന്നെയാണോ എന്നുകൊണ്ട് 3 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കിയിരുന്നു. എന്നെയാണോ ഇത് വേറെ തെറ്റി തന്നായിരിക്കും എന്നൊക്കെ ചിന്തിച്ച ഒരാളാണ് ഞാൻ. അത് കേൾക്കണ്ട. അപ്പോ സംഭവം ഞാൻ പറഞ്ഞു വരുന്നത്, മിറർ ടെക്നിക്ക് എന്നൊക്കെ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കും. പക്ഷെ അതിന് അത്രയും ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, രമണിയമ്മ നിങ്ങൾ ഇതുവരെ വീട്ടിൽ കണ്ണാടി ഉള്ളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പോയി ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ 3-4 കണ്ണാടി എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും, ഞാൻ ഇത്രയും മനോഹരിയാണല്ലോ, സുന്ദരിയാണല്ലോ, എനിക്കില്ലാത്ത കഴിവെന്താണെന്ന് സ്വയം ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ 83-80 വയസ്സുകാലത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയുടെ മഹത്വം ആണ് അത് എന്നറിയുക. അത്രയും പവർഫുൾ ആണ് ഈ കണ്ണാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണാടി കൊണ്ട് ജീവിതം മാറ്റിയ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ വീണ്ടും വേണ്ട രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കാൻ ഇനി മുതൽ ഒന്ന് ശ്രമിക്കാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. ടെക്നിക്സ് എന്താണെന്നും അതിന് പ്രത്യേകിച്ച് ടെക്നിക്സ് ഒന്നും ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. എങ്കിലും പറഞ്ഞു പോകാം, ഒരു ചെറിയ കണ്ണാടി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നെഗറ്റീവ് ചിന്തകൾ, ഏറ്റവും നമ്മൾ വിഷയം എന്താണ്? നെഗറ്റീവ് ചിന്തകളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. നെഗറ്റീവ് ചിന്തകൾ പല പല ചിന്തകളാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ ചിന്ത, ഇപ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഉണ്ടായിരുന്നവർ ടൈപ്പ് ചെയ്ത. ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്ന നെഗറ്റീവ് ചിന്ത എന്തായിരുന്നു? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നേ ഉണ്ടാവില്ല അങ്ങനെ ചിന്ത. ഒന്ന് പറഞ്ഞു നോക്കി, എന്നാൽ മനസ്സിലാവും, ഒന്ന് ഓർത്ത് എടുക്കാം. പഴയതിനെ പറ്റി ഇപ്പോഴും ഓർക്കാൻ എടുക്കാനാണല്ലോ. കൃഷ്ണൻ വന്ന അവിടെ അല്ലേ, പണമില്ല, അതില്ല, ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. നെഗറ്റീവ് ചിന്തയല്ല, ഇല്ല എന്ന വാക്ക്. ഓക്കെ, യെസ്, പോരാ നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാണ്ടൊന്നുമല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറയാൻ പഠിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞിട്ട് സാഹിബിന് പറയാതെ നെഗറ്റീവ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ പറഞ്ഞോ. എന്നെ കാണാൻ കൊള്ളില്ല, ഐ ആം നോട്ട് ഓക്കെ, പരാതികൾ വരും, പണത്തെക്കുറിച്ച് ചിന്തിക്കും, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്ന് പറയും. മറ്റുള്ളവർ, അതാണ് കറക്റ്റ്, രമാദേവി വള്ളന്നൂർ പറഞ്ഞതാണ് കറക്റ്റ്. മറ്റുള്ളവർ എന്നെ കണ്ടാൽ എന്ത് വിചാരിക്കും, അല്ലേ? അവിടെയാണ് കാണാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ കുറച്ച് സഹിച്ചെന്ന് വരും. സാരില്ല, എന്നെ കാണാൻ കൊള്ളില്ല, കുറച്ചൊക്കെ നമ്മൾ സഹിച്ചു. പക്ഷെ അവർ പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. ഞാൻ കാണാൻ കൊള്ളില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ സഹിച്ചോളൂ, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല അത്. എന്നിട്ട് രണ്ടാമത് പറയും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരെന്ത് വിചാരിക്കും? ഈ കുപ്പായം ഇട്ടിട്ട് പോകും, ഈ ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോ നല്ല ഡ്രസ് ഇട്ടാൽ കൂടുതൽ പ്രശ്നമാണ്, അല്ലേ? പണ്ടങ്ങനല്ലേ? നല്ലൊരു സാരിയോ നല്ലൊരു ചുരിദാറോ വെച്ചാൽ കൂടുതൽ ടെൻഷൻ അല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? നല്ല മുണ്ടും നല്ല കുപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ വിഷയമാണ്. കാരണം എന്താ അറിയോ?
അപ്പൊ വിചാരിച്ചു അവരെന്ത് വിചാരിക്കും, ഞാനിത് ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ നാത്തൂൻ എന്ത് വിചാരിക്കും, എന്റെ അമ്മായി അമ്മ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ അനിയത്തി എന്ത് വിചാരിക്കും, ചേച്ചി എന്ത് വിചാരിക്കും. ആരെങ്കിലും കണ്ണുവെക്കും സാർ, തന്നെ ആരെങ്കിലും കണ്ണുവെക്കും, ഉറപ്പാണ്. കണ്ണൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിരിക്കുന്ന സാധനമല്ലേ എവിടെയെങ്കിലും നമുക്ക് കിട്ടാൻ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ജീവിതത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മൾക്ക് നമ്മളിൽ മുകളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളെ എല്ലാ ബന്ധങ്ങളിലും കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു അനു പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന ചിന്ത, അതായത് ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. മാലിന്യങ്ങൾ കയറി വന്നും അപകർഷതാബോധം. എന്റെ കുട്ടി മിടുക്കിയാണ്, ജെനിഫർ ഹാപ്പിനെസ് പഠിക്കുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ പുറത്ത് കിടക്കും. ഇത് എനിക്കുണ്ടായിരുന്നു, ഞാൻ മാറ്റിവെച്ചു. ഇത് വേണ്ടായിരുന്നു. ഞാൻ ജെനിഫർ ഹാപ്പിനെസ് ഇങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ വേറെ ടെക്നിക്ക് പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഈ മാലിന്യങ്ങളെ കണ്ടുപിടിച്ചു, ഇത് എനിക്കുണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്, അത് മാറ്റി പിടിച്ചോ. അപ്പോൾ അടുത്തത് വരും. അങ്ങനെ 10 കാര്യങ്ങൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ പ്യൂരിഫൈ വരും എന്നാണ് ജേർണി ടു ഹാപ്പിനെസിന്റെ കോൺസെപ്റ്റ് തന്നെ അതിൽ പഠിപ്പിക്കും. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലെ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സെഷൻസ് 3 വീഡിയോസ് 3 or 4 സെഷൻസ് ആയിട്ട് പറഞ്ഞ് ഒരേ ഒരു സബ്ജക്റ്റ് സെൽഫ് ലോ ആണ്. മറ്റൊരു സബ്ജക്റ്റിലും ഇത്രയും പറയാൻ തോന്നുന്നില്ല. കാരണം രണ്ടുണ്ട്. എന്തായിരിക്കും ഒന്നാമത്തെ കാരണം എന്ന് അറിയൂ? ഒന്നിത് എനിക്ക് എത്ര പറഞ്ഞാലും തികയത്തില്ല എന്നതാണ്. എനിക്ക് എത്ര പറഞ്ഞാലും തികയാത്തൊരു സബ്ജക്റ്റാണ് സെൽഫ് ലവ്. രണ്ടാമത്തെ കാര്യം എല്ലാവരുടെയും മിക്കവരുടെയും വലിയ പ്രശ്നമാണ് അവനവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ എളുപ്പ പരിപാടി, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും സെൽഫ് ലവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങേണ്ട ഒരു പ്രക്രിയയാണിത്. നിങ്ങൾക്ക് എല്ലാ ക്യാമറയിലും എന്തിനാണ് ഈ സെൽഫി കൊണ്ടുവന്നതെന്ന് അറിയാമല്ലോ. ക്യാമറയിൽ എല്ലാ മൊബൈലും ബാക്കിൽ നല്ല അടിപൊളി ക്യാമറ ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ ക്യാമറ ഫ്രണ്ടിൽ ആരും കാണാതെ വെച്ചിരിക്കുന്നു. എന്തിനാണ് ഇരിക്കുന്നത്? അവനവനെ കാണാൻ വേണ്ടി തന്നെ അല്ലേ, അല്ലെ? അല്ലെങ്കിൽ അതൊക്കെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനവനെ കാണാൻ വേണ്ടി തന്നെ. അതേപോലെ നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ അറിയാൻ, നമ്മളിൽ വിശ്വാസമുണ്ട്. സനീഷ് പറഞ്ഞ പോലെ നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കാൻ നമ്മളെ പോയി തന്നെ കാണണം. എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് കണ്ണാടിയുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് ചെലവഴിക്കുക. ഒന്നും ചെയ്യേണ്ട. മുടി കെട്ടാനുള്ള 5 മിനിറ്റ് ഒക്കെയാണ്. മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനൊക്കെ 5-10 മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചോളൂ, അതോ കുഴപ്പമില്ല. അതല്ലാതെ കണ്ട് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി ആരാണ്, അതൊന്ന് പറയാമോ? നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി ആരാണ്? ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നു. യൂട്യൂബിൽ പുതിയതായിട്ട് എന്റെ ക്ലാസ് എടുക്കുന്നവരോട് ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവർ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഏറ്റവും വലിയ കണ്ണാടിയല്ല, നിങ്ങൾ ഏറ്റവും വലിയ മിത്രം അല്ലെങ്കിൽ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ എന്ന് പറയും, അല്ലെ? ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും കേൾക്കാത്ത ഒരാളോട്, യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾ ഉത്തരം പറയും. ആദ്യം നിങ്ങൾ ഉത്തരം പറയും, ഞാൻ തന്നെയാണ്. അപ്പൊ ഇത് ഒന്നിൽ നിന്നും, അതായത് ഏറ്റവും വലിയ ശത്രുവിനെ ഏറ്റവും വലിയ മിത്രമാക്കി മാറ്റുന്ന ആരാണ്? ആദ്യം കണ്ണാടി നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ, കണ്ണാടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, കണ്ണാടിയുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം രൂപീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ അവിടെ കാണാം. കണ്ണാടിയുമായി നിരന്തരമായി നിങ്ങൾ ചങ്ങാത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മിത്രത്തെ അവിടെ കാണാം. അപ്പോൾ ഇത് ആരാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് തരുന്ന ആൾ ആരാണ്? കണ്ണാടി തന്നെയാണ്, അല്ലെ? ഞാൻ തന്നെയാണ്. ഇതിന്റെ എല്ലാം തിരിച്ചറിവ് നടത്തുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതുപോലെ ഇരിക്കും. ആ കാഴ്ചയിലാണ് വ്യത്യാസം. എന്റെ സത്യം മാത്രം അറിയുന്ന മിത്രം ഞാൻ. സത്യം മാത്രമല്ല, എല്ലാം അറിയാം. എന്റെ കള്ളത്തരവും സത്യവും മോശവും എല്ലാം അറിയുന്ന ആള് ഞാൻ തന്നെയാണ്. വേറെ ആർക്കും അറിയില്ല. സത്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും പലരോടും പറഞ്ഞൊന്നു വരും, അതുകൊണ്ട് അവർക്കറിയുന്നു. പക്ഷെ ചില കള്ളത്തരങ്ങൾ നമ്മൾ ആരോടും പറയില്ലല്ലോ, അല്ലെ? അതും അറിയുന്ന ആർക്കാ? നമുക്ക് മാത്രമല്ല. കണ്ണാടി, യെസ്, വെരി ഗുഡ്. ഉഷാ ദാമോദരൻ പറഞ്ഞു കണ്ണാടി നോക്കി സംസാരിക്കാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, കണ്ണാടി നോക്കി സംസാരിക്കുമ്പോൾ ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ടോ നോക്കണേ. പിന്നെ അവര് വിളിച്ചിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് കൊണ്ടുപോകാതൊക്കെ നോക്കണം, അതും ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പ്രതിബിംബം, അവനവനെ തിരിച്ചറിയാൻ ഒന്നാമത്തെ കാര്യം, അവനവനെ ഉയർത്താൻ, അവനവനെ നന്മയിലേക്ക് നയിക്കാൻ, അവനവനിൽ ആത്മവിശ്വാസം പകർത്താൻ
അവനവനെ അവനവനായി ഉയർത്താൻ നിങ്ങൾക്ക് ആര് വേണം? ആരുണ്ടായാൽ മാത്രം മതി? അവനവനെ പ്രതിഫലിപ്പിക്കാൻ, അവനവനെ ഉയർത്താൻ, അവനവനെ നന്മയിലേക്ക് നയിക്കാൻ, അവനവനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആരുണ്ടായാൽ മാത്രം മതി? നമുക്ക് ഒരു കണ്ണാടി ഉണ്ടായാൽ മാത്രം മതി. അവനോട് തന്നെ ചങ്ങാത്തം സ്വീകരിക്കുക. ആ കണ്ണാടിയിൽ കാണുന്നത് ആരാണോ അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയ സുഹൃത്ത് എന്നറിയുക. എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുക. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വിജയിക്കണോ? കണ്ണാടിയിൽ പോയി പറഞ്ഞോളൂ, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ് എന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. ആ കണ്ണാടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത്ര മാത്രം സിമ്പിൾ ആയിട്ട് വെച്ചോളൂ. നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് രാവിലെ എഴുതുമല്ലോ അല്ലെ? എന്ന് ഇങ്ങനെ എഴുതിയിട്ട് കണ്ണാടിക്ക് കാണിച്ചു കൊടുത്ത കണ്ണാടി എന്ത് പറയും? തിരിച്ച് എന്ത് വായിക്കാം നിങ്ങൾക്ക് ഇപ്പൊ? ഇത് തന്നെ കണ്ണാടി തിരിച്ചു വായിച്ചു തരില്ലേ? എന്താ എഴുതിയത്? എന്താണോ അത് കാണുന്നത്? ഇതിപ്പോ വെളിച്ചം കൂടിയതുകൊണ്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്? അല്ലേ? സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം കാണുന്നതിന് കുഴപ്പമില്ല. ഞാൻ പണക്കാരനാണെന്ന് എഴുതിയതാ, പറഞ്ഞില്ല. അത് കാണേണ്ട ആവശ്യമില്ലല്ലോ, അത് ലേറ്റ് ആയതുകൊണ്ടാണ്. ഇത്രയും ലളിതമായി പോവുക. കണ്ണാടിയുടെ മുമ്പിൽ പോയി എഴുതിയില്ലേ പറയുക, ഞാൻ ഇന്നതാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ നല്ലൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു അമ്മയാണ്, നല്ലൊരു അച്ഛനാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ യഥാർത്ഥ വലിയ വിഷയം അല്ലെ? നല്ല ജോലിക്കാരിയാണ്, നല്ല ജോലിക്കാരനാണ്. ഇത് സൗന്ദര്യമൊക്കെ പിന്നത്തെ ഘടകമാണ്. അതൊക്കെ നമ്മൾ പിന്നെയും മാറ്റി വെക്കും. അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോകും. മറ്റു വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും അലട്ടുന്നത്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ എവിടെ പോയാലും രക്ഷപ്പെടില്ല. കണ്ണാടി പോയിട്ട് എന്ത് പറയാം നമുക്ക്? കണ്ണാടിയിൽ പോയിട്ട് നിങ്ങൾ ഇതിനെ സെയിം പല്ലവിയെ തിരിച്ചു പറഞ്ഞോളൂ, ഞാൻ എവിടെ പോയാലും രക്ഷപ്പെടും. അഫർമേഷൻസിന്റെ പവർ അതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് വളരെ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്താണ്, വലിയ സിസ്റ്റമാറ്റിക് ഒന്നും പറഞ്ഞില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ സമയമാണ് അഫർമേഷൻ പറയാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അഫർമേഷൻ നിങ്ങൾക്ക് വേർഡുകൾ അറിയില്ലെങ്കിൽ നമ്മുടെ 6-ാം തീയതി അഫർമേഷൻസ് മാത്രം അടങ്ങിയ പുസ്തകം അവൈലബിൾ ആണ്. 108 അഫർമേഷൻ, ഓരോ സെക്ഷൻ വൈസ് സെക്ഷനിലുണ്ട്. വായിക്കുക, നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തു വെക്കുക, കണ്ണാടി മുമ്പിൽ പോയി പറയുക, ഞാൻ സന്തുഷ്ടയാണ്. നിങ്ങൾ കരയുന്നുണ്ടോ? കരച്ചിൽ വരുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു കരച്ചിൽ വരുന്നുണ്ടോ? നേരെ കണ്ണാടിയുടെ മുമ്പിൽ പോയാൽ നിങ്ങൾ കരച്ചിൽ കൂടുവോ കുറയോ? നിങ്ങൾക്കറിയാണ് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചു, വീട്ടിൽ നിന്ന് ആരെങ്കിലും വേദനിപ്പിച്ചു, നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? തൊട്ട് നിമിഷത്തിൽ പോയി ബെഡിൽ പോയി തല കമിത്തി, എന്താ പറയുക, മുഖം കമിത്തി വെച്ച് ഏങ്ങി ഏങ്ങി കരയും അല്ലെ സാധാരണ ആൾക്കാർ. കണ്ണാടിന് മുമ്പിൽ പോയി കരഞ്ഞാലോ കൂടുവോ കുറയോ? നിഖില ഒന്ന് പോയി ശ്രമിച്ചു നോക്കണേ. പോരാ, റിസൾട്ട് വരണം. ഒന്ന് അനുഭവിച്ച് പഴയ അനുഭവങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഇല്ലെങ്കിൽ ഇന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. ചിരി വരും. സ്വാഭാവിക കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ചിരി വരും. നമ്മളിങ്ങനെ ഏങ്ങി ഏങ്ങി കരയുമ്പോ കുറച്ച് ഇത് എന്തിപ്പോ എന്റെ മുഖം ഇങ്ങനെ. നിങ്ങൾ ശ്രമിച്ചു നോക്കോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രമിച്ചു നോക്കി. ഇപ്പൊ പോയി നോക്കിക്കോ നിങ്ങൾ വേണം. ഇപ്പൊ കരയാനില്ലല്ലോ, ഇപ്പൊ കരച്ചിലില്ലാത്തതുകൊണ്ട് ഇപ്പൊ നോക്കിയാൽ കാണില്ല. നിങ്ങൾ നല്ല കരച്ചിൽ വരുമ്പോ ഒന്ന് പോയിട്ട് കണ്ണാടി പോയിട്ട്, ആ ചെറിയ കണ്ണാടിയല്ല കേട്ടോ, കുറച്ച് വലിയ കണ്ണാടിയിൽ മുമ്പിൽ പോയിട്ട് നമുക്ക് എന്ത് ഈ കാണിക്കുന്നത്, എന്തിനാ ഞാൻ കരയണേ? ചിരി വരും നമുക്ക്. സ്വയം ചിരിച്ചിട്ട് അവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിരിച്ച് നമ്മളവിടെ നിർത്തിപ്പോയി പരിപാടി. സത്യം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളാട്ടോ ഈ പറയണത്, വെറുതെ പറയണല്ല. ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. കരച്ചിൽ കുറഞ്ഞു എന്നല്ല, കരച്ചിൽ വിട്ട് ചിരി തുടങ്ങും. മുഖം പറയും മതിയോടോ ഈ കോമാളിത്തരം കാണിച്ചത് എന്ന് പറഞ്ഞ് നിർത്തിപ്പോവും. അത്ര കണ്ട് പവറാണ് ഈ സാധനത്തിൽ, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വളരെ ലളിതമായി മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ ഭയങ്കര കരച്ചിൽ വരുന്നതായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു കണ്ണാടി പോയി നിൽക്കും കുറയുന്നു. രണ്ടാമത് എളുപ്പം പറയാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നതായിരിക്കും. നിങ്ങൾ സെൽഫി എടുത്തിട്ട് മൊബൈലിന്റെ സെൽഫി ഓൺ ആക്കിയിട്ട് ഒന്ന് കരഞ്ഞു നോക്കിയേ, എത്ര സമയം കരയാൻ പറ്റും നോക്കട്ടെ. ഇല്ല, എല്ലാവരെങ്കിലും മൊബൈൽ ഉണ്ടല്ലോ, സെൽഫി ഉണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യണ്ട. റെക്കോർഡ് ചെയ്ത് കാണുമ്പോൾ ഒരു രസമാണ്. ജസ്റ്റ് ക്യാമറ സെൽഫി മാത്രം ഇങ്ങനെ ഓൺ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കി, കുറച്ച് നേരെ ചിരി വന്നിട്ട് ചിരിയോടുകൂടി നിർത്തും. അത്രയും പവറാണ് ഈ സാധനത്തിന്. ജീവിതത്തെ മാറ്റാൻ
ഇതിനേക്കാളും ലളിതമായ ഒരു പ്രക്രിയ പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ഇത് 100 എന്താ പറയാ, കോടിക്കണക്കിന് വിലയുള്ള ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾ ചെറുതായി കണ്ട ഞാൻ ഇത്രയും ലളിതമായി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിത്യജീവിതത്തിലുള്ള സാധനമാണ്. പണ്ടാരോ ഈ വെറ്റില നുറുക്കുന്നതിന്റെ ഗുണഗണങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് ക്ലാസ് നടത്തിയ പോലെയാണ്. പറഞ്ഞ അവസാനം പിന്നെ എല്ലാവരും വെറ്റില നുറുക്കുന്നതിലേക്ക് പോയി എന്നൊക്കെ ഒരു കഥയുണ്ട്. അതിപ്പോ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങൾ എപ്പോഴും ഈ രണ്ട് സാധനം നിങ്ങളിൽ ഉള്ളതാണ്. കണ്ണാടി വീട്ടിലുണ്ട്, ക്യാമറയും വീട്ടിലുണ്ട്. എന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു എന്താ പറയാ, ഒന്ന് നിങ്ങൾ സെറ്റ് ബാക്ക് ആവുന്നു എന്ന് കരുതിക്കുക, വീഴുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ലഭിക്കാതിരുന്നെങ്കിൽ, നിങ്ങൾ നേരെ അതിന് മുമ്പിൽ നോക്കി പറയാ, കിട്ടിയില്ലല്ലേ, പോയല്ലേ എന്ന് അതിനോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ഒരാൾ എന്തെങ്കിലും വലിയ ഇത് സംഭവിച്ചു എന്ന് കരുതിക്കോ, ആ സംഭവത്തെ പറ്റി നമ്മളിങ്ങനെ ആകെ ഷൂടാ എന്ത് ചെയ്യാനെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഭയങ്കരമായിട്ട് ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ അല്ലെ, ഏതോ ഒരു സാധനം ഇങ്ങനെ ബ്ലോക്ക് ആകുമല്ലോ, പിന്നെ അതിന് ഇതില്ല, ഓക്സിജൻ കിട്ടില്ല, അതിങ്ങനെ മരണത്തിന് വേണ്ടി ഇങ്ങനെ വിങ്ങും എന്നിട്ട് നിൽക്കുന്ന സാധനമുണ്ട്. രണ്ട് ഹാർട്ട് ഉണ്ട് എന്നാ പറഞ്ഞിട്ടെ. അപ്പൊ ആ സാധനം ഇങ്ങനെ ബിംബിഷ്ടം നിൽക്കുമ്പോ നിങ്ങൾ പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് പറയാം, എല്ലാം പോയിട്ടോ, എന്റെ ജീവിതം തകർന്നിട്ടോ, പോയി മോനെ, പോയി മോളെ എന്നൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് പറയും, എന്ത് പോയി എന്നീ പറയണേ, നീ ഒന്നും മാറ്റില്ല, നിനക്ക് എന്താ മാറ്റുള്ളൂ, ആകെ വന്നിട്ട് മുഖത്ത് കുറച്ച് കളറ് മാറ്റി, രക്തഓട്ടം മാത്രം കൂടിയിട്ട് വേറെ ഒന്നും ഇല്ലാന്ന് ഇങ്ങോട്ട് പറയും. അപ്പൊ പറയാം, ഓ ഇത് ഇത്രയേ ഉള്ളല്ലേ, ആ ഉള്ളു, എന്നാ അടുത്ത് നോക്കാം എന്ന് കരുതി മുമ്പിലോട്ട് പോകും. ഇത്രയും ലളിതമാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രക്രിയ പറഞ്ഞു പോ കൺക്ലൂഡ് ചെയ്യാം ക്ലാസ്. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നിത്യജീവിതത്തെ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കി അഫർമേഷൻസോ കാര്യങ്ങളോ എന്ത് വേണം, നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തു നോക്കൂ, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാത്തിലും പരിപൂർണ വിജയമാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ്, ബിസിനസ് ഇല്ലേ, ഞാൻ ചെയ്ത ടെക്നിക്ക് പറയാം. ബിസിനസ് ഇല്ലാതിരിക്കുമ്പോൾ ചെയ്ത ടെക്നിക്ക് ഞാൻ പറയാം. എനിക്ക് തീരെ ഇന്ന് ബിസിനസ് ഇല്ല, ഒരു മാസം ഇന്നത്തെ ഒരു ബിസിനസ് കുറഞ്ഞ് ഞാൻ നേരെ മൊബൈൽ എടുത്തിട്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കി കുറച്ചു നേരം ഇരുന്നിട്ട് പറയും, ഡാ ഇതിനേക്കാൾ എത്രയോ വലിയ സംഭവം കണ്ടിട്ട് വന്നവനല്ലേ നീ, ഇതൊക്കെ ഒരു വിഷയമാണ് ഇപ്പൊ നിനക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പറയും, അല്ല കച്ചവടം ഇല്ല ഈ മാസം, എങ്ങനെ ഇപ്പൊ മുമ്പിലോട്ട് പോകും, മാസം ശമ്പളം കൊടുക്കണ്ടേ, ടാർഗറ്റ് എത്തിക്കണ്ടേ. അപ്പൊ വീണ്ടും അടുത്ത ഡയലോഗ് വരും, എടേ ഇതിനേക്കാൾ എത്ര മുമ്പേ നമ്മളിത് തുടങ്ങിയതാ, ഈ മാസം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം കിട്ടും, ഇപ്പൊ സമയം ഇനി ഉണ്ടല്ലോ, നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, മറ്റന്നേ ഉണ്ടല്ലോ, വരും. ഇങ്ങനെ സെൽഫ് ടോക്ക് നടക്കും. നമ്മൾ ക്യാമറയിൽ നോക്കും, സെൽഫ് ടോക്ക് എന്ന് പറയും. അവനവനോട് സംസാരിക്കുന്നത് ആരോടാണ്? ഞാനിപ്പോ ഇങ്ങനെ ഇതിപ്പോ കാണുമ്പോൾ എന്നെ, ഞാൻ ഈ ക്യാമറയിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആരെയാണ് ഞാൻ കാണുന്നത്, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ ആക്കി വെച്ചത്. ഇപ്പൊ ഞാൻ ആരെയാണ് കാണുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? വേണമെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങളെല്ലാം ചെറിയ ചെറിയ പീസുകളും ഞാൻ തന്നെയാണ് ഫുള്ളായിട്ട് ഈ ക്യാമറയിലുണ്ട്. ഞാൻ എന്നോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരം മുഴുവൻ സംസാരിക്കുന്നത് എന്നോടാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെൽഫ് ടോക്കാണ്. എപ്പോഴും നിങ്ങൾ സ്വയം സംസാരിച്ചു നോക്കൂ. ഏത് വിഷയം വരുന്നു, ഏത് അസന്നിഗ്ധ ഘട്ടം വരുന്നോ, ഏത് വിഷയം വരുന്നു, അവനവന് നൽകാൻ പറ്റുന്നത്രയും വലിയ അഡ്വൈസ് ലോകത്ത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. നമ്മൾക്കൊരു വിഷയം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മൾക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കില്ല. നീ അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളുടെ എന്ത് വിഷയത്തിലുള്ള പരിഹാരവും നമ്മളിൽ തന്നെയാണുള്ളത്. മറ്റാരെങ്കിലും പരിഹരിക്കുമെന്ന് തോന്നുന്നത് തെറ്റാണ്. അവർ നമ്മളെ തന്നെയാണ് പരിഹാരത്തിന് ഏൽപ്പിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയേ. നമ്മുടെ ഏതൊരു വിഷയം പറഞ്ഞില്ലേ മറ്റൊരാൾ പരിഹരിക്കും, ഇല്ല. അവര് പരിഹരിക്കാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ട് പരിഹരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ മാർഗം കിട്ടാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ഒരു വിഷയം വരുമ്പോൾ നമ്മളോട് ചോദിക്കാൻ നമ്മൾ മടിക്കുന്നത് കൊണ്ടാണ് പരിഹാരം കിട്ടാത്തത്. നമ്മൾ ഒരു മിനിറ്റ് പോസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നമ്മൾ ആ സിറ്റുവേഷൻ, അതാ നമ്മുടെ പുസ്തകത്തിൽ മനസ്സൊരു വിസ്മയത്തിൽ നിന്ന് പുസ്തകത്തിൽ ഒരു പാട്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. ശരിയായ ഉദ്ദേശം ശരി, അതായത് ഒരു പ്രശ്നം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എങ്ങനെയാണെന്നും ഞാനൊരു പിക്ചർ അടക്കം സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ സമയം കൊണ്ട് വലിയ കോൺസെപ്റ്റിനെ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയില്ല. എത്രാമത്തെ പേജ് അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശരിയാ, ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് 4 പാട്ടായിട്ട് മാറ്റിയ ഒരു പിക്ചർ ഉള്ളത് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
ആരാണ് ഞാനിലാണോ? അല്ല, എവിടെ അധികം പറഞ്ഞു. ഇതാ. ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരം ഇത്രയേ ഉള്ളൂ. യുവർ സൈഡ്, ദെയർ സൈഡ്, 3 കാര്യങ്ങൾ. അതായത് ട്രൂത്ത്, സത്യം, അവരുടെ ഭാഗം, നമ്മളുടെ ഭാഗം, ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ഭാഗം മാത്രം ആലോചിച്ചാൽ, അതായത് നമ്മുടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴതിന്റെ പരിഹാരം കാണും. അതെങ്ങനെ കാണുക? നമ്മൾ തന്നെ നമ്മുടെ പരിഹാരം അവിടെ കണ്ടെത്തും. 100% ഉറപ്പാണ്. അത് ആ പാട്ടൊന്ന് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവും. ഈ പുസ്തകം ഓർഡർ ചെയ്യാത്തവരുണ്ട്, ഇപ്പോൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ. തൃശ്ശൂർ വന്നവർ തൃശ്ശൂർ വാങ്ങിച്ചോളൂ, എല്ലാത്തവരും ഓർഡർ ചെയ്തോളൂ. ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്കൊന്ന് കുറച്ച് കോപ്പിയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത എഡിഷന്റെ സമയമായി, പിന്നെ കുറച്ച് ദിവസം ഷോർട്ട് വരും. വേണ്ടവർ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ. വാങ്ങിക്കാത്തവർ നിങ്ങൾ നിർബന്ധമായി വാങ്ങിക്കണം എന്ന് ഒരു ഓർഡർ പറയുന്നത് ശരിയല്ലല്ലോ അല്ലെ? നിങ്ങൾ ആവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. പല തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. 2-3 പ്രാവശ്യമൊക്കെ വായിക്കേണ്ടി വരും. അതുകൊണ്ട് വായിക്കുക. അപ്പോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനോട് പറയുക. അതെല്ലാം 100% ഫലിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, 100% ഫലിച്ചിരിക്കും. നിങ്ങൾക്ക് ലോട്ടറി അടിക്കണോ? നിങ്ങൾ കണ്ണാടി പോയിരുന്നു പറഞ്ഞോളൂ, എനിക്ക് ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന് അടിച്ച ലോട്ടറിക്ക് ഇത്ര ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു. അടിപൊളി ദിനേശ, നീ ഭയങ്കര സന്തോഷവാനാണ്. കാരണം നിനക്ക് ഇന്ന ലോട്ടറിയിൽ ഇത്ര ലക്ഷം രൂപ സമ്മാനമായി അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബിസിനസ്സുമാണ്. ഞാൻ ബിസിനസ് നേരത്തെ പറഞ്ഞു, ബിസിനസിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി വെച്ചാൽ, ബിസിനസ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും വെച്ചാൽ, ബിസിനസ് എപ്പോഴും കുറഞ്ഞാൽ അന്നേരം ഞാൻ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ എവിടെ നിന്ന് തപ്പിപ്പിടിക്കും. ഒരു കസ്റ്റമർക്ക് ഒരു മെയിൽ അയക്കും, 2 പേർക്ക് അയക്കും, അല്ലെങ്കിൽ സെയിൽസ് ടീമിനോട് ചോദിക്കും എന്തായാലും 2 പേരെ വിളിച്ച് ചോദിക്കുമ്പോൾ കുറച്ച് അവനൊന്ന് ബൂസ്റ്റ് ചെയ്യണം. നീ ചെയ്യാൻ പറ്റോടാ, നിന്നെ കൊണ്ട് പറ്റോടാ, നോക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ഓർഡർ ആയിട്ട് ആൾക്കാർ സ്വാഭാവികമായിട്ട് സത്യത. അപ്പോ കൃത്യമായി ബുക്കിന്റെ പ്രൈസ് 310 രൂപ. 310 രൂപ പ്ലസ് ചാർജ്, പോസ്റ്റൽ ചാർജ്. അതെങ്ങനെ വേണം നിങ്ങൾ അഡ്മിനോട് സംസാരിച്ചാൽ, പോസ്റ്റ് നോർമൽ പോസ്റ്റ് വേണോ മറ്റേ പോസ്റ്റ് വേണോ അഡ്മിനോട് സംസാരിച്ചാൽ മതി. പരാതി പറയാൻ പോകരുത്. പരാതി പറഞ്ഞാൽ നിങ്ങൾ പരാതി തീരൂല, അത്രയും അല്ലേ? പരാതി പറയരുത്. നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ് സംസാരിച്ച് സെറ്റ് ചെയ്തല്ലേ. നമ്മൾ പ്രോമിസ് എടുത്ത് 1-ാം തീയതി മറന്നല്ലാരും. എല്ലാരും മറന്നല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാം നിത്യവും പ്രാക്ടീസ്. അപ്പൊ പറഞ്ഞു വന്നത്, എല്ലാ ദിവസവും 2 നേരം വെച്ചിട്ട് നിങ്ങൾ ഗുളിക കഴിക്കാൻ തയ്യാറാവുന്നത് പോലെ. ഇപ്പൊ ഗുളിക കഴിക്കില്ലേ? കാലുവേദന ഗുളിക, പ്രഷറിന് ഗുളിക, കൊളസ്ട്രോളിന് ഗുളിക, ഷുഗറിന് ഗുളിക, പിന്നെ അല്ലെ, ഇതൊക്കെ കുറെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം കഴിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഈ സാധനം വായിലിട്ട്, എനിക്ക് വേണ്ടാത്ത ഒരു സാധനം ഞാൻ കഴിക്കുന്നത്, നാളെ മുതൽ ഞാൻ കഴിക്കില്ല കേട്ടോ എന്ന് അവനോട് പറഞ്ഞ് കഴിച്ചു നോക്കൂ. പിറ്റേ ദിവസം നിങ്ങൾക്ക് തോന്നുന്നു വേണ്ട കേട്ടോ. അങ്ങനെ പതുക്കെ നിർത്തുന്ന ഗുളിക നിർത്തണം എന്നല്ല പറഞ്ഞേ. കാലുവേദന മാറണം, കൈവേദന മാറണം, ഇത് മാറുന്നാ പറഞ്ഞത്. ഗുളിക നിർത്തണം എന്ന് പറഞ്ഞില്ല, മാറാതെ നിർത്തരുത് കേട്ടോ. ഇത് വളരെ ലളിതമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യത്യസ്തമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും, ഇത് വളരെ വിശദമായി തന്നെ ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ചെയ്യുന്നതെന്നൊക്കെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. വളരെ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ ആ കോഴ്സ് തുടങ്ങിയ മുതൽ ഇതുവരെ കൊടുക്കുന്ന ഒരു കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആപ്പിൽ ഫുൾ സെറ്റ് ആണ്. പഠിച്ചവർക്ക് എല്ലാവർക്കും വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ 2020. അതെന്താ പറയാ, നമ്മുടെ വെറും 2000 രൂപ പ്ലസ് GST ഇപ്പൊ ചാർജ് ചെയ്തിട്ടുണ്ട്. മുമ്പ് GST എടുക്കില്ലായിരുന്നു, ഇപ്പൊ GST എടുക്കുന്നത് 2000 രൂപ. കോഴ്സ് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അങ്ങനെ ഒരുപാട് ടെക്നിക്ക്, മിറർ ടെക്നിക്ക്, ഗ്ലാസ് ടെക്നിക്ക്, 2 കപ്പ് തിയറി, പിന്നെ എന്താ പറയാ അഫർമേഷൻസ്, പില്ലോ ടെക്നിക്കൊക്കെ മറ്റേ ചെറിയ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിച്ചതാണ്. അതിൽ കുറച്ച് അതൊക്കെ മേലെയുള്ള കുറെ ടെക്നിക്കെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നത് ശരിയാണോ? അപ്പൊ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഇതിനകത്ത്, ഈവൻ സ്വത്ത് വിൽക്കുന്നതും സ്വത്ത് വാങ്ങിക്കുന്നതും വരെയുള്ള ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷനിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോ വേണ്ടവർ, അത് നെറ്റാണ്, സോറി നമ്മുടെ ആപ്പിലാണ് കോഴ്സ്. അതുകൊണ്ട് ആപ്പിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും എടുക്കാം. ഏത് സമയത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫുള്ളി നിങ്ങൾക്ക് എന്താ പറയാ ലൈവ് ക്ലാസ് അല്ല, ആഴ്ചയിൽ ഒരു ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എടുക്കാം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, അപ്പൊ ഇത് നിങ്ങൾ കണ്ണാടിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആയല്ലോ. ഇനി നാളെ എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ പ്രോമിസ് ചെയ്യുന്നത്? എല്ലാ ദിവസവും കണ്ണാടി നോക്കിയിട്ട് എന്ത് പറയും നിങ്ങൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ.
എല്ലാ ദിവസവും കണ്ണാടി നോക്കുമോ? യെസ്. ഇല്ലേ? എല്ലാ ദിവസവും കണ്ണാടി നോക്കില്ലേ? യെസ് പറഞ്ഞോ? നോക്കിയിട്ട് കുറച്ച് പരാതി പറയണം കേട്ടോ. നീ തീരെ കൊള്ളില്ല, എന്തോ ആടി നീ എങ്ങനെയാണോ നീ വേണ്ടതെന്നൊക്കെ പറയണം. അങ്ങനെ പറയില്ലല്ലോ, അതൊന്നും പറയരുത്. വേണ്ടത് കാര്യം വളരെ ഭംഗിയായി തന്നെ IS പണക്കാരിയാണ്, ഞാൻ വിജയിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് വേണ്ട സാധനം അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. അഫർമേഷൻ പുസ്തകം വാങ്ങിച്ചുകൊള്ളുക. 6-ാം തീയതിക്ക് ശേഷം അഫർമേഷൻ പുസ്തകം നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അവൈലബിൾ ആവും. അഡ്മിനോട് ഇപ്പൊ തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്തോളൂ. 6-ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ വെച്ചാൽ 6-ാം തീയതി ഞാൻ തൃശ്ശൂർ വെച്ച് തന്നെ ഒപ്പിട്ട് കൊടുത്തേക്കാം. പിന്നെ ഇനി അടുത്ത ഒപ്പിടൽ പരിപാടി എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ അതിന് മുമ്പ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഇന്ന് തന്നെ കുറെ ആൾക്കാർ ഓർഡർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാളെ നമ്മൾ രാത്രി നമ്മളുടെ ഏറ്റവും പ്രാധാന്യമുള്ള 2020 മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3 ദിവസത്തേക്ക് തൃശ്ശൂർ വരുന്നതിന് മുമ്പ്. കാരണം ഇന്ന് വളരെ രസമുള്ള ഒരു കാര്യം ഉണ്ടായി. 2020 മെഡിറ്റേഷൻ തൃശ്ശൂർ പ്രോഗ്രാം ശേഷം ചെയ്യാമെന്ന് ഞാൻ കരുതി വെച്ചിരുന്നു. അപ്പോഴാണ് കുറെ ആൾക്കാർ പറയുന്നു, സാറേ ചെയ്യരുത്, 2020 മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം തൃശ്ശൂരിലേക്ക് വരാൻ, കാശുണ്ടാക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ സമയമില്ലാത്ത സമയത്തും ഈ ഓട്ടത്തിന്റെ ഇടയിൽ ഞങ്ങൾ ചെന്നപ്പോൾ നാളെ തന്നെ തുടങ്ങിക്കളയാം. കാരണം 2020 റിസൾട്ട് അങ്ങനെയാണ്, ഓൺ സ്പോട്ടാണ്. ഇപ്പൊ റിസൾട്ട് വേണ്ടവരുണ്ടോ? എന്തെങ്കിലും കരിക്കോ 2020 2 ദിവസം കൊണ്ട് അതേ ദിവസം തന്നെ റിസൾട്ട് കിട്ടും. സമയം രാത്രി 10 മണിയാണ്. അല്ല, ഇന്ന് നമ്മൾ മാറ്റിയല്ലോ, 9 മണിയല്ലേ? 2020 9 മണിയാണ്. 9 മണി to 10 മണി തവണ സമയം മാറ്റിയിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് വെള്ളിയാഴ്ച 9 മണിക്ക് മുമ്പേ അല്ല 10 മണിക്ക് മുമ്പേ എനിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെടേണ്ടതുകൊണ്ട് ഈ പ്രാവശ്യത്തെ 2020 നമ്മൾ 9 മണി to 10 മണി ആക്കിയിട്ടുണ്ട്. 3 ദിവസം, നാളെയും മറ്റന്നാളും ഒരു 3, അതായത് ബുധൻ വ്യാഴം വെള്ളി 3 ദിവസമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോബ് ഓപ്പൺ അപ്പും ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ അപ്പവും കൂടി നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച ജോബ് ഓപ്പൺ അപ്പും കൂടി വരുന്നുണ്ട്. അത് ജോയിൻ ചെയ്തോളൂ. ജോലി സംബന്ധമായ വിഷയങ്ങൾ അനുഭവിക്കുന്നവരെല്ലാവരും അതിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ റെക്കോർഡിംഗ് തരാം, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആപ്പിൽ വേണമെങ്കിൽ ആപ്പിലും റെക്കോർഡിംഗ് തരാം, നിങ്ങൾക്ക് വ്യക്തമായി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഇത്രയുമാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ജോബ് മെഡിറ്റേഷൻ തൃശ്ശൂർ കഴിഞ്ഞുള്ളൂ? അല്ല, ജോബ് മെഡിറ്റേഷൻ തൃശ്ശൂർ കഴിഞ്ഞല്ല, അതിന് മുമ്പ് തന്നെ ചെയ്തു. കാരണം ആൾക്കാർ അവർക്ക് ഉള്ളവർക്കെല്ലാം അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് തന്നെ തൃശ്ശൂർ വരുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് തീർത്തിട്ട് തന്നെ വരുന്നുള്ളൂ. തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷം കുറെ അമിട്ട് പരിപാടികളായിട്ട് പുതിയ കോഴ്സുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു മറക്കണ്ട, ലോ ഓഫ് അട്രാക്ഷൻ ചേരാനുള്ള ഉടനെ ചേർന്നോളൂ. തൃശ്ശൂർ വരുന്നവര് തൃശ്ശൂർ കഴിഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ചേരാം, അല്ലാത്തവര് ഇപ്പൊ തന്നെ ചേർന്നോളൂ. ഇവിടെ ഇരിക്കുന്നവര് അതുപോലെ തന്നെ 2020 ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. നാളെ ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കരുത്. കാരണം അവസാന നിമിഷം ഇവിടെ 2020 മെഡിറ്റേഷൻ തുടങ്ങും. നിങ്ങൾ അവിടുന്ന് കാശയക്കും. എന്റെ അഡ്മിന്മാർ 2 പേരും അതിന്റെ പിറകെ ആവും. അവസാനം നിങ്ങൾക്ക് പകുതി 2020 ആവും, അവർക്കും പകുതി 2020 ആവാതെ ആവും, ഒക്കെ ആവും. അതുകൊണ്ട് അങ്ങനെ നിൽക്കരുത്. അവസാന നിമിഷത്തേക്ക് ഞാൻ ഇത്തവണ ഈ മാസം മുതൽ ഒരു നോട്ടീസും കൂടി ചെയ്യാൻ തുടങ്ങുന്നു. ഈ അവസാന നിമിഷത്തിൽ നിൽക്കുന്ന കുറെ ടീമുകളുണ്ട് ഇവിടെ. തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാത്രം ചേരാൻ നിൽക്കുന്നവരുണ്ട്. അവരെ ഞാൻ തപ്പിപ്പിടിക്കുകയാണ്. കാരണം എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കാര്യം, എപ്പോഴും നമ്മൾ അവസാനത്തേക്ക് വെക്കരുത് ഏത് പരിപാടി കേട്ടോ. അത് ജീവിതത്തിൽ വലിയ നഷ്ടം വരുത്തുന്ന സാധനം. കാരണം അത് നമ്മളെ വല്ലാണ്ട് ടെൻഷൻ അടുപ്പിച്ചോളെ, നമ്മളെ വല്ലാണ്ട് ആങ്സൈറ്റി എത്തിക്കുന്നത്. കാരണം ആദ്യം നമുക്ക് കൺഫ്യൂഷൻ ആയി, വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കും. അത് നമ്മളെ സംബന്ധിച്ച് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത്, നമുക്ക് ആ സമയത്താകുമ്പോൾ പകുതി ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും, അല്ലെങ്കിൽ അതിന്റെ പ്രധാന ഭാഗമുണ്ട്. ഞാൻ കണ്ടിട്ട് ഈ സിനിമ കാണാൻ പോകുമ്പോൾ എത്ര ഇതുണ്ടെങ്കിലും അവസാനം പടം തുടങ്ങിയിട്ടായിട്ടുമ്പോൾ ടോർച്ചടിച്ച് പോകുന്ന ആൾക്കാർ, അതുപോലെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് കുറച്ച് നേരത്തെ അതെ, അപ്പോ കുറച്ച് നേരത്തെ തന്നെ ചേരുക, അത്രയല്ലേ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ആലോചിക്കാനൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. നമുക്ക് മാറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു 5:30 മണിക്ക് മാറ്റം ഉണ്ടാക്കണമെന്ന് 5 മണിക്ക് തീരുമാനിക്കുന്നവരാരും ഉണ്ടാവോ? ഇല്ലല്ലോ അല്ലെ? ഇന്ന് രാത്രി 12 മണിക്ക് മുതൽ ഞാൻ മാറുകയാണ്, അത് തീരുമാനിക്കുന്ന 11:45 അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? ഉണ്ടാവില്ല. അതിന് മുമ്പേ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് മുമ്പേ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കണ്ണാടിയെ മറക്കരുത്. കണ്ണാടി മറന്നാൽ അവനവനെ മറന്ന പോലെ ആയി പോകും. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഒരു യെസ്, ലേറ്റ് ആയല്ല. ഓക്കെ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ തരാം. നല്ല നമ്പറാ 188. 88 കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. സാർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാൻ ബിന്ദു. സാർ, എന്റെ മോള്
പോയെന്ന് പറഞ്ഞില്ലേ സാർ കഴിഞ്ഞ ദിവസം? എന്താ പറഞ്ഞത്? എന്റെ മകള് ആർമിയുടെ സൗണ്ട് പോയി. സൗണ്ട് പോയി, കേൾക്കുന്നില്ല. സാർ കഴിഞ്ഞ അയ്യോ ഞാൻ 1 മിനിറ്റ് സാർ. കേക്കാവോ സാർ? കേക്കാവോ? Yes, ഇപ്പൊ കേൾക്കാം, കേക്കാവോ? പറഞ്ഞോളൂ. യെസ്. സാർ എന്റെ മോള് ആർമിയുടെ ഇന്റർവ്യൂവിന് പോയായിരുന്നല്ലോ കഴിഞ്ഞ ബിന്ദു ദിവസം. ആണോ? ബിന്ദു പറ. ഹൈദരാബാദിൽ നിന്ന്. അപ്പൊ ഇന്നലെ കൊണ്ട് ഇന്റർവ്യൂ തീർന്നു സാർ. ഇന്ന് അവരുടെ സെലക്ഷൻ ആയിരുന്നു. പിന്നെ 150 പേരിൽ 6 പേരെ സെലക്ട് ചെയ്തു. അതിലൊന്ന് ഇവളാണ്. പിന്നെ നാളെ അതിന്റെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് സാർ. താങ്ക് യു സാർ. യൂണിവേഴ്സിന് 1000 നന്ദി, സാറിന് നന്ദി, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും. എന്ന് വെച്ചാൽ അന്ന് രാവിലെ എല്ലാവരും അവൾക്ക് വിഷ് ചെയ്തായിരുന്നു. അവൾക്ക് വേണ്ടി സാറും ഇവരെല്ലാരും അവൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു സാർ. എനിക്ക് ഒത്തിരി ഒത്തിരി ഞാൻ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിന് ഞാൻ താങ്ക് യു പറയുകയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഞായറാഴ്ച അവിടെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അറിയില്ല അവിടെ എത്ര ദിവസം മെഡിക്കൽ നടക്കുമെന്നുള്ളത്. പക്ഷെ എങ്ങനെങ്കിലും അവൾ അവിടെ വന്നിരിക്കണം. ആ ഒരു പ്രാർത്ഥനയുണ്ട് സൺഡേ ദിവസം. ആ പ്രാർത്ഥന അമ്മയുടെ ഭാഗത്ത് ആ പ്രാർത്ഥന നടത്തിക്കോ. പക്ഷെ എന്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അവൾ അതിൽ സെലക്ഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ആണ് സാറാ. ഞാൻ അതെന്നും ഓർക്കുന്നുണ്ട്. എന്നൊന്നല്ല, ഓരോ നിമിഷവും എനിക്ക് അതെന്റെ ചെവി മുഴങ്ങിക്കൊണ്ടിരിക്കുക സാറ് പറയുന്നത്. നമ്മൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ കൺഫർമേഷൻ അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ആണ് സാർ, പറഞ്ഞായിരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സാർ. അതിൽ ഒരു തർക്കമില്ല. അവൾക്ക് അർഹതപ്പെട്ടതാണ്. അവൾ എത്തേണ്ട സ്ഥലം തന്നെയാണ് അവൾ എത്തിയിരിക്കുന്നത്. സാർ ആരുമില്ല, ഒറ്റയ്ക്കാ സാർ അവൾ പോയത്. അതാണ്. അവള് ഭോപ്പാലിലാണ് പഠിച്ചത്. എന്നാലും ഈ ഒരു ആർമി സെന്ററിൽ ആദ്യമായിട്ടാണ് അവള് പോയത്. ഒരു ഭയങ്കര ഇന്ന് 4 മണിയായപ്പോ എന്നെ വിളിച്ച് അമ്മ കഴിഞ്ഞു, ഞാൻ റെക്കമെൻഡ് ആയെന്നും പറഞ്ഞു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ ആകാശത്തോട് ഇങ്ങനെ പറന്ന് 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 നടക്കട്ടെ. അപ്പൊ നമുക്ക് എനിക്കിത് വന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും മോൾക്ക് ഇനിയും ഇനിയും വലിയ വലിയ എന്താ പറയാ മുള്ളോട്ട് ഉയരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുട്ടി അതുപോലെ ഉയരട്ടെ എന്നുള്ളത്. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, ബിന്ദു ആദ്യം തന്നെ നമ്മുടെ 1 to 1 എടുത്ത് വന്ന് സംസാരിച്ചതിൽ നിന്നും നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ അതിന്റെ ആ ഫോളോ അപ്പ് നിങ്ങൾ വിട്ടാതെ കീപ്പപ്പ് ചെയ്ത് പോയതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടുപഠിക്കണം. ഞാൻ റിയലി എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്നതാണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ദൈവം തരാതിരിക്കില്ലല്ലോ. നിങ്ങളുടെ ഒരു നിമിഷം പോലും അതിൽ നിങ്ങൾ കോംപ്രമൈസ് ഇല്ല. ഹലോ സർ. വെരി ഗുഡ് പോയിന്റ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് സംശയം വരുന്ന എല്ലാം ഞാൻ പിന്നെ സാറിന്റെ കഴിഞ്ഞു പോയ ഓരോ വീഡിയോ എടുത്ത് ഞാൻ അത് റിവൈൻഡ് ചെയ്തോണ്ടിരിക്കുക സാർ. എപ്പോ നോക്കിയാലും എന്റെ ചെവി ഇയർഫോണേ ഉള്ളു. എപ്പോഴും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുക. ഞാൻ കിച്ചണിലാവുമ്പോഴും ഞാൻ എന്റെ തുണി കഴുകാണെങ്കിലും പെരയ്ക്കകത്ത് തൂങ്ങുമ്പോ എല്ലാം സാറിന്റെ ഈ ഒരു വാക്ക് കേട്ടോണ്ടേ ഇരിക്കുകയാണ് സാർ. അന്ന് എനിക്ക് ഇന്നലെ നല്ല ഒരു കോൺഫിഡൻസ് ആയിരുന്നു സാർ. ഇവള് കയറി ഇവക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ 4ാമത്തെ സ്ഥാനത്ത് വന്നത് ഐ എം വെരി ഹാപ്പി സാർ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വാക്ക് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമായി. നമ്മളെ കുട്ടിയാണ്. ഹലോ സാർ, ഒരു കാര്യം പറഞ്ഞു. എന്റെ മോള് MBA ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ അവൾക്ക് ഇന്റേൺഷിപ്പിന് ഇപ്പൊ പെട്ടെന്ന് കയറണം, നല്ല കമ്പനിയിലൊക്കെ എവിടെയും കയറണം പറയുന്നുണ്ട്. സാറ് പ്രാർത്ഥിക്കണം. പിന്നെ ഞാന് തിരുവനന്തപുരത്ത് വന്നിരുന്നല്ലോ. അപ്പൊ അവിടെ വന്നിരുന്നു. എങ്ങനെ ഇപ്പൊ ഞാൻ കാണുക ആള് ക്യാമറ കാണാത്ത ആളെ എങ്ങനെ മനസ്സിലാക്കും? അതല്ല സാർ, ഞാൻ അന്ന് വന്നു, ആ കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ ഒരു സ്ഥലം വിൽക്കാണ്ടായിരുന്നു, അത് മേടിക്കാൻ ആള് വന്ന്. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരു പൈസ മാർച്ച് ലാസ്റ്റ് ലോണൊക്കെ ക്ലിയർ ആക്കാണ്ടായി, പൈസ ശരിയായി. സുഹറ എവിടുന്നാണ്? കുറ്റിപ്പുറം. ശരി. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതില് പറയാൻ അത്രയും കാര്യങ്ങളാണ് സാറെ കണ്ടതിന് ശേഷം ശരിയായിരിക്കുന്നത്. തൃശ്ശൂർക്കും വരുന്നുണ്ട്. എന്ത് സന്തോഷാണ് എങ്ങനെ പറയാന്ന് പറയണേ. അത്രക്കും കാര്യങ്ങൾ ശരിയായി. ഇപ്പൊ വലിയൊരു പൈസന്റെ കാര്യം അത് ശരിയായി. അതേപോലെ ഞാനൊരു ബിസിനസ്സിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സാർ അവിടെ വന്നതുകൊണ്ടാണ് ശരിയായത്, ഉറപ്പാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. നന്നായിട്ട് വരട്ടെ.
തൃശ്ശൂർ നമുക്ക് കൂടുതൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ സാർ. അവിടെ പറയാം. തൃശ്ശൂർക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ പറയാൻ വേണ്ടി തയ്യാറായിട്ട് വന്നോളൂ കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അവർക്ക് കൊടുക്കുന്ന വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം നമ്മളെ ടീമിൽ ആർക്കും ഇത് കേൾക്കുമ്പോൾ മറ്റൊന്നും കയറി വരില്ലല്ലോ അല്ലെ. നമുക്കാർക്കും കയറി വരാത്തൊരു സാധനം ഉണ്ടല്ലോ. ആർക്കും കയറി വരില്ല. അത് നമ്മളിലുള്ളവർക്ക് സന്തോഷം മാത്രമാണ്. അപ്പൊ എല്ലാവരും അനുഗ്രഹങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകണം സുഹറ. നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എടുത്തു ചാട്ടം ഓക്കെ സാർ. പാടില്ല. ബിസിനസ്സിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം കേട്ടോ. താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു. പിന്നെ മോൾക്കൊരു ചെറിയൊരു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും സാർ അവിടെ വന്നതിന് ശേഷമാണ്. മോള് ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അത് സാർ അതിൽ വന്നതിന് ശേഷമാണ് അവിടുത്തെ ഒരു കസ്റ്റമറാണ്. അവള് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവളെന്നാലും മറ്റേ നമ്മുടെ ബിഗ് ബാരിയേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കൂ. ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അവര് ഗോൾ സെറ്റിങ്ങും ജീവിതത്തിൽ എങ്ങോട്ട് പോകണം എന്നൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ക്ലാസ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികളെ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ എന്താ പറയുക ഒരു മറ്റൊരു രൂപത്തിൽ അവർ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പാരന്റ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ പാരന്റ്സിനും അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു 15 വയസ്സിനും ഒരു 25 വയസ്സിനും 28 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികൾ എന്ന് പറയുന്നതല്ല, യുവാക്കളെ ഒന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. അവരെ മറ്റൊരു രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. സൺഡേക്ക് കുറെ സമയം ദൂരം കൂടി. സൺഡേ ഒന്നും ദൂരം കൂടി. ഞെടിയിടയിൽ സൺഡേ ഇവിടെ കയ്യിലെത്തും. റെഡിയായിക്കോ. കുപ്പായൊക്കെ ഇസ്തിരിട്ട് വെച്ചോളൂ. സാരിയൊക്കെ ഇസ്തിരിട്ട് വെച്ചോളൂ. അല്ലെങ്കിൽ പാന്റും ഷർട്ടൊക്കെ എല്ലാവരും ഇസ്തിരിട്ട് വെച്ചോളൂ. സൺഡേ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പിരിയാവുന്നേ. താങ്ക് യു വെരി മച്ച്. ആരൊക്കെ സന്തോഷം പറയുന്ന ആൾക്കാർ ഇന്ന് കുറെ ആളുണ്ടല്ലോ. ആദ്യം നമുക്ക് ശ്രീദേവി ഒന്ന് പറയട്ടെ, എന്നിട്ട് മറ്റൊന്ന്. ഹലോ സാർ, ഞാനിപ്പോ 2-3 മാസമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ഇന്നലെയാണ് നിങ്ങളുടെ ഇവിടെ പാലക്കാടേക്ക് എത്തിയത്, മണ്ണാർക്കാട് ഭാഗത്ത്. പോരുന്ന വഴിക്ക് കുറെ അമ്പലങ്ങൾ കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. അതിൽ ആറന്മുള പോയി. വരുന്ന വഴിക്ക് ആറന്മുള കണ്ണാടി കണ്ടപ്പോ എനിക്ക് വാങ്ങണം നല്ല അതിയായ മോഹം ഉണ്ടായി. പക്ഷെ വില വെച്ചപ്പോ 2500 രൂപ വില പറഞ്ഞു വരും ചെറിയൊരു കണ്ണാടിക്ക്. കയ്യില് ക്യാഷില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് അഫിലിയേഷൻ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ അഞ്ചത്തിലെ മോന് ദുബായിലുണ്ട്. ഇപ്പൊ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ജോലി അവിടെ എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഒരുപാട് ക്യാഷിന്റെ ആവശ്യങ്ങളുണ്ട്. ചിട്ടി അടയ്ക്കാനുള്ളതും അതുപോലെ KSF എല്ലാം ഇപ്പൊ ഈ മാർച്ച് അവസാനമായിട്ട് എല്ലാം അടയ്ക്കേണ്ടതായിരുന്നു. എല്ലാം മുടങ്ങി കിടക്കുകയാണ്. അതിനൊക്കെ ഒരു വഴി കാണിക്കണേ എന്നുള്ള ഒരു അഫിലിയേഷൻ കുറെ ചെയ്തിരുന്നു. ഇപ്പൊ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്നലെ അവിടുന്ന് വന്നതിന് ശേഷം എനിക്ക് എന്തായാലും ആറന്മുള കണ്ണാടി സ്വന്തമായിട്ടൊന്ന് വാങ്ങിക്കാനും കഴിയണം. ഒന്നും കൂടി ഒരിക്കലും കൂടി അവിടെ പോവാനും കഴിയണം. എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ചോളൂ. എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ചോളൂ. ഇനിയിപ്പോ അതിന് ആവശ്യമുണ്ടല്ലോ. അതെ, വാങ്ങിക്കണം. അതിന് നമുക്ക് എന്തെങ്കിലും കാണണല്ലോ കയ്യില്. അപ്പൊ എനിക്ക് എന്തായാലും തൃശ്ശൂർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്നലെ ഇങ്ങടെ എത്തിയത്. അല്ലെങ്കിൽ എനിക്ക് എത്താൻ കഴിയില്ല. അപ്പൊ 5-ാം തീയതി ഇവിടെ വീട്ടിലെ ബന്ധുക്കളുടെ ഒരു സ്വന്തം 6-ാം തീയതി കല്യാണം ഉണ്ട്. ആ കല്യാണത്തിനാണ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതെങ്കിലും, പക്ഷെ ഞാൻ 6-ാം തീയതി കല്യാണത്തിനല്ല പോണത്. ഞാൻ തൃശ്ശൂർക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് കാര്യം. തൃശ്ശൂർ കാണാം കേട്ടോ. കാണാം. ശരി, സത്യഭാമ പറഞ്ഞോ. സന്തോഷ വാർത്ത പറയാനുള്ളത്, തൃശ്ശൂരിൽ നിന്ന് രാത്രിയായി ഞങ്ങൾ വരുമ്പോഴാണ് ക്ലാസ്സിൽ കാരണത്തിന് വൈകിപ്പോയി. എങ്കിലും സന്തോഷം നിറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ ദാസ് കോണ്ടിനെൻസിന്റെ ലൈറ്റ് ഞങ്ങൾ കണ്ടു. ഞാൻ അമ്മുകുട്ടിക്ക് കാണിച്ചു കൊടുത്തു. മോളെ ഇതാണ് നമ്മുടെ സാറ് വരുന്ന റെസ്റ്റോറന്റ് അവിടെയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇത്രയും നാൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി ഇപ്പൊ ആ ലൈറ്റിൽ ഇങ്ങനെ ആ പേര് തിളങ്ങി കാണാണ്. അപ്പൊ സന്തോഷായി കണ്ടപ്പോ. ഞങ്ങൾ ഇന്ന് വൈകിട്ട് തൃശ്ശൂര് പോയി. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുമ്പോ ഒരു 7 മണി കഴിഞ്ഞു. ഞങ്ങളുടെ ഇവിടെ എത്തിയപ്പോ 8:30 സാർ. ഇവിടെ ക്ലാസ്സിലാണ് വന്നത്. ക്ലാസ്സിൽ കയറി. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കാണാം നമുക്കിപ്പോ. വിജയകുമാർ തൻഖർ. കുമാരി ഇല്ലല്ലോ, കുമാറിനേ ഉള്ളൂ കേട്ടോ. പറഞ്ഞോട്ടെ സാറേ. പറഞ്ഞോളൂ, പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം സാറിന് പറഞ്ഞായിരുന്നു, മോനെ ഇങ്ങനെ ജോലിയുടെ കാര്യത്തെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന്, മോനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സാറേ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊന്നും. ജോലി നഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്. എവിടെയാണ് മോൻ? എവിടെയുള്ള മോനെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എത്ര വയസ്സായി? എറണാകുളമാണ്. അവന് 33 വയസ്സായി.
മറ്റേ അവനോട് കോപ്പറേറ്റീവ് ബാങ്കിലെ അവനോട് ജോലി. അവനോട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലാസ് കേൾക്കാൻ പറയൂ, ലോ ഏതൊക്കെ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയൂ. ഏത് സാർ ചെയ്യേണ്ടത്? നാളത്തെ 2020 മെഡിറ്റേഷൻ ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പൊ നാളെ അതിൽ കയറുമ്പോ എത്ര അന്നേരം അവൻ മണിക്കാ സാർ? 2020 ചെയ്യട്ടെ ആദ്യം. എത്ര മണിക്ക് സാർ തുടങ്ങണം? നമ്മുടെ 5:30 9 മണി തൊട്ട് 10 മണി വരെ. 9:10 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവനോട് കയറിക്കോളാൻ പറ. ഓക്കെ ഓക്കെ. ഓക്കെ, നടക്കും. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ സാറിനോട് പറഞ്ഞത് ഞാൻ സാറിന് ശരിക്കും ഇതിൽ കയറണതിലേക്ക് മുമ്പ് തന്നെ യൂട്യൂബിൽ ഇങ്ങനെ എന്റെ മൂത്ത ബ്രദർ ആക്സിഡന്റ് ആയിട്ട് കുറെ ഇങ്ങനെ 5-6 മാസമൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞ മാസം ഡോക്ടർ പറഞ്ഞിങ്ങനെ സ്റ്റീൽ അങ്ങനെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റീൽ ഊരിയായി കിടപ്പായി പോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ അഫർമേഷൻ ഞാനിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ ബ്രദറിന് ഇങ്ങനെ പൂർണ്ണ ആരോഗ്യവാനാണ്, ദൈവത്തിന് നന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നു, ദൈവത്തിന് നന്ദി, അങ്ങനത്തെ ആ അഫർമേഷൻ പറഞ്ഞു. അപ്പൊ ഈ പ്രാവശ്യം ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് എന്തോ മിറാക്കിൾ സംഭവിച്ചിരിക്കുവാണ്, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ട് നടന്നോളാൻ പറഞ്ഞായിരുന്നു. വളരെ നന്ദി സാറേ. വളരെ വെരി ഗുഡ്, വെരി ഗുഡ്. എന്തും ശരി. ഞാൻ എന്നും പ്രാർത്ഥിക്കും സാറിന്റെ ഇതില് യൂട്യൂബിൽ കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു സത്യം. അത്രമാത്രം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എന്റെ ഏറ്റവും മൂത്ത ബ്രദറായിരുന്നു. അപ്പൊ പുള്ളി കിടന്നു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞ. സ്റ്റീൽ ഊരുന്ന ആള് കിടന്നു പോകും, പിന്നെ പ്രായമായി 65 വയസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു 65 വയസ്സിൽ പ്രായം ഡോക്ടർ പേടിപ്പിക്കരുത് കേട്ടോ. ഇവിടെ എല്ലാവരും 70 വയസ്സിന്റെ അങ്ങനെയല്ല, ആൾക്കാരുണ്ട്. 65 വയസ്സിൽ പുള്ളിക്ക് പ്രായം അല്ലേ? 65 വയസ്സിൽ ചുറുക്കാണ് നമുക്ക് അങ്ങനെയല്ല എല്ലാവരും. സാറ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, ഷുഗർ ഉണ്ട്, അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട്. ശരി, ഇപ്പൊ നല്ല സുഖം പ്രായത്തിന്റെ ഉണ്ടല്ലോ അല്ലേ? പഴയതെല്ലാം കുത്തിപ്പൊക്കണ്ട, ഇങ്ങനെ കുത്തിപ്പൊക്കണോ? ഇപ്പൊ സുഖം ഇപ്പൊ ഉണ്ടല്ലോ ആൾക്ക്, നല്ല ഓൾറെഡി സുഖം. എല്ലാം സുഖമായി. സന്തോഷം, വണ്ടി സന്തോഷം. ഓടിച്ചോണ്ടിരുന്നപ്പോ കൂടുതൽ വണ്ടി കൂടുതൽ മറിഞ്ഞ് നല്ല ടിപ്പർ ആരോഗ്യത്തോടും ലോറി താഴെ. സൗഖ്യത്തോടും കൂടി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ എപ്പോഴും നല്ല തന്നെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു സാർ. അപ്പൊ 1000